السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ഈ മഹത്തായ ആദർശ പ്രബോധന സമ്മേളനത്തിന്റെ വേദിയിലിരിക്കുന്ന പ്രിയങ്കരായ വ്യക്തിത്വങ്ങളെ, ഹൈവേയോട് ചേർന്ന് കഞ്ഞിപ്പുര എന്ന് പറയുന്ന ഈ പ്രദേശത്ത് മതം മറന്ന മുസ്ലിം സമുദായം എന്ന ഏറ്റവും ആനുകാലികമായ പ്രസക്തി ഉള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രാമാണികവും ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ചിന്തിപ്പിക്കുന്നതുമായ ഒരു പ്രഭാഷണമാണ് സ്വാഭാവികമായും നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ആ പ്രതീക്ഷക്കനുസരിച്ച് കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കുവാനും ശക്തമായ തെളിവുകളുടെ അകമ്പടിയോടെ ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് ഒരു ഉൾക്കാഴ്ച നൽകുവാനും ഈ പ്രഭാഷണം കൊണ്ട് സാധിക്കുമാറാകട്ടെ എന്ന് പരമകാരുണികനായ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തിനടുത്ത് വളയം എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്നലെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ നമ്മൾ എല്ലാ മത സമൂഹങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് ഒരു മാനവിക സൗഹാർദ്ദ സമ്മേളനമായിരുന്നു അവിടെ. ആ പ്രദേശങ്ങളിലെ വീടുകളിലെല്ലാം നമ്മുടെ പ്രവർത്തകർ കയറിയിറങ്ങി. ശക്തമായ രാഷ്ട്രീയ സംഘടനകളൊക്കെ നടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ നമ്മുടെ ആളുകൾ എല്ലാ വീടുകളിലും കയറിയിറങ്ങി മനുഷ്യ സമൂഹത്തെ ചിന്തിപ്പിക്കുന്ന നല്ല ലഘുലേഖകൾ എല്ലാ വീടുകളിലും വിതരണം ചെയ്യുകയും അവിടുത്തെ RSS അതുപോലെ ബജ്റംഗ് ശിവസേന BJP തുടങ്ങിയുള്ള ആളുകളൊക്കെ ഉള്ള പ്രദേശമാണ്, CPM ഒക്കെ. പക്ഷെ ആ ലഘുലേഖ കീറിയെറിഞ്ഞവരിൽ മുസ്ലിങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ ലഘുലേഖ കൊടുക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സം അവിടുത്തെ മുസ്ലിങ്ങളിലെ ഒരു മത സംഘടനയുടെ 8ഓളം വരുന്ന യുവാക്കളാണ്. ആ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് അള്ളാഹുവിന്റെ മതം പഠിപ്പിക്കാൻ വേണ്ടി ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ മത താരതമ്യ സൗഹൃദമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന CD അതെല്ലാം പിടിച്ച് എറിഞ്ഞ് ഇവിടെ ഈ നോട്ടീസ് ലഘുലേഖ വിതരണം ചെയ്യരുത്,
ഈ CD വിതരണം ചെയ്യരുത് എന്ന് പറഞ്ഞ് ശക്തമായി നമ്മുടെ പ്രവർത്തകരെ ഒരു വിഭാഗം മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ തടഞ്ഞു. അവസാനമായി പോലീസുകാരായ ആളുകൾ വന്നു, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആളുകൾ വന്നു, ലഘുലേഖ വാങ്ങി വായിച്ചു. അമുസ്ലിമായ SI വായിച്ചു. വായന കഴിഞ്ഞപ്പോൾ അയാളുടെ മട്ടും ഭാവവും മാറി അയാളെ ചോദിച്ചു, അവിടുത്തെ ഇത് തടഞ്ഞ മുസ്ലിങ്ങളോട് ഇതിനെന്താ കുഴപ്പം? മനുഷ്യരായി ജനിച്ചവർക്കൊക്കെ മനസ്സിലാകുന്ന ഒരു ലഘുലേഖയാണല്ലോ ഇത്, നിങ്ങൾ ആ കൂട്ടത്ത് പെട്ടതല്ലേ, ഇതിലെന്താണ് കുഴപ്പം? അപ്പൊ എന്താണ് കുഴപ്പമെന്ന് പറയാൻ പറ്റില്ല. നല്ലതാണ്, നാട്ടുകാർ നന്നായി പോവും. അത് നന്നായി ഇതുപോലത്തെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല. എല്ലാ നല്ല കാര്യങ്ങളിലും തടസ്സം നിൽക്കുന്നവർ കേരളത്തിൽ മുസ്ലിമീങ്ങളായി മാറുന്ന ഒരു വല്ലാത്ത കാഴ്ച. പി കഞ്ഞിപുരയിൽ മതം മറന്ന മുസ്ലിം സമുദായം എന്ന ഒരു വിഷയം അവതരിപ്പിക്കുന്നതിന് ഏറ്റവും വെറുത്ത ആളുകൾ, ഞങ്ങൾ ദീനിന്റെ ആളുകളാകുന്നു എന്ന് പറയുന്ന ചില ആളുകൾ. ഇപ്പൊ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകളെ വിളിച്ചിട്ട് പരിപാടി ഇല്ല എന്ന് വിളിച്ചു പറഞ്ഞ് ആളുകളെ ഈ പ്രോഗ്രാമിൽ നിന്ന് തടയാം. നന്മയെ തടുക്കുന്നവരും അതിക്രമകാരികളുമായിട്ടുള്ള ആളുകൾ എന്ന് ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞു. ഇതൊന്നും ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല എന്ന് ഞാൻ വളരെ വിനയപുരസ്സരം എല്ലാവരോടും പറയാം. പിന്നെ പൊതുവെ മുജാഹിദുകളുടെ പ്രസംഗം എന്ന് പറയുന്നത് അതിശക്തമായി തിന്മകൾക്കെതിരാണ് എന്നതിൽ സംശയമില്ല. സ്വാർത്ഥ താല്പര്യങ്ങളുള്ള ചിന്മകളിൽ അള്ളിപ്പിടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെതിരാണ് മുജാഹിദ്. അതൊരു വലിയ സത്യമാണ്. സ്വാഭാവികമായും അത്തരം ആളുകൾ ആ സംരംഭങ്ങളെ എതിർക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ മനുഷ്യൻ എന്ന നിലയിൽ മാന്യതയും സമൂഹത്തിന് നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രോഗ്രാം സമൂഹത്തിന് ചിന്ത നൽകുന്നത്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കൂടുതലായി കടന്നു പോകുന്നില്ല. ചടുക്കാൻ ശ്രമിച്ചവരും പ്രോഗ്രാമുകളെ മുടക്കാൻ ശ്രമിക്കുന്നവരുമായ ആളുകൾക്കൊക്കെ അള്ളാഹു സൽബുദ്ധി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും തായിഫിന്റെ മരണാരണ്യത്തിൽ 10 ദിവസങ്ങളോളം പീഡനങ്ങളും താടനങ്ങളും അനുഭവിച്ച് കണ്ണുനീർ വാർത്ത് പ്രാർത്ഥിച്ച് നിണമണിഞ്ഞ മുഖവും വദനവും കാലുകളുമായി ഓടി ക്ഷീണിച്ചു തളർന്ന് വിശ്രമിച്ച് അതിനിടയിൽ ജിബ്രീലിന്റെ വരവുണ്ടായി ഈ ജനതയെ നശിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളുടെ അനുവാദം ചോദിക്കുന്നു എന്ന് പറയുമ്പോ പ്രവാചക തിരുമേനി പറഞ്ഞ വാക്ക് വേണ്ട. അവര് അക്രമകാരികളും താന്തോന്നികളും എന്നെ കല്ലെറിഞ്ഞവരുമൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ അവരിൽ നിന്നൊരു വിഭാഗം ആളുകൾ സുന്ദരമായ തൗഹീദിന്റെ പാതയിലേക്ക് കടന്നു വന്നേക്കാം. ആ പ്രത്യാശയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് കാലം. നരേന്ദ്രമോദി പോലും നാളെ ഒരുപക്ഷെ ഇസ്ലാമായേക്കാമല്ലോ എന്ന ചിന്തയാകണം ഒരു വിശ്വാസിക്ക് എന്നതാണ് സുഹൈൽ ബിൻ അംറിന്റെ കാര്യം. നരേന്ദ്രമോദിക്ക് തുല്യമായിരുന്നു സുഹൈൽ ബിൻ അംർ. ആ സുഹൈൽ ബിൻ അംറിന്റെ കാര്യത്തിൽ പോലും പ്രവാചകൻ ആ സുഹൈൽ ബിൻ അംറിനെ കൊല്ലട്ടെ, തലയെറിയട്ടെ, പല്ലിടിച്ചു കൊയ്ക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു റസൂൽ പറഞ്ഞ എന്താണ്? സുഹൈൽ ബിൻ അംർ ഇസ്ലാമിന് വേണ്ടി പ്രസംഗിക്കുന്നത് കേട്ട് നിനക്ക് രോമാഞ്ചമുണ്ടാകുന്ന ഒരു കാലമുണ്ടാകും ഉമറേ എന്ന് പറയുന്നു. ഏത് വലിയ ഇസ്ലാമിന്റെ ശത്രുവിനോട് നമുക്കുള്ള ഗുണകാംക്ഷ എന്താണ്? നാളെ അയാൾ ഇസ്ലാമിന്റെ ആളായി തീർന്നാൽ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഏതൊരാളെ കുറിച്ചും നമ്മുടെ ചിന്തയും അങ്ങനെയായിരിക്കണം. നാളെ അവരെ നന്നായേക്കാം. അതുകൊണ്ടാണ് പ്രവാചകൻ ആ തായിഫുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, അവരറിവില്ലാത്തവരാണ്, അറിവില്ലാത്ത ആളുകളാണ്. പടച്ചോനെ, അവർക്ക് നീ പൊറുത്തു കൊടുക്കണേ. അറിഞ്ഞിരുന്നെങ്കിൽ അവരങ്ങനെ ചെയ്യുമായിരുന്നില്ല. ഗൗരവമായി എനിക്കറിയാം, പല സ്ഥലങ്ങളിലും പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് നടക്കരുത് എന്ന് വിചാരിക്കും. നടന്നു കഴിയുമ്പോൾ ആളുകൾ ചോദിക്കും, ഇതിനാണല്ലേ ഞങ്ങൾ തടുത്തത്, ക്ഷമിക്കണം കേട്ടോ എന്ന് ആളുകൾ പറയും. അത് മനുഷ്യ സഹജമാണ്. മനുഷ്യൻ അറിവില്ലാത്തതിന്റെ ശത്രുവാവുക എന്ന്. എന്തൊന്നിനെ മനുഷ്യൻ അറിയുന്നില്ലയോ അവൻ അതിന്റെ ശത്രുവാവുക സ്വാഭാവികമാണ്. മാത്രമല്ല റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ഇൻഷാ അല്ലാഹ് പിൽക്കാലത്ത് ഈ ആളുകൾ
ഈ പ്രദേശത്തുകാർ അവർ നന്നായി തീരും. തായിഫുകാർ അതുണ്ടായി. സഖീഫ് ഗോത്രം മക്കം ഫതയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. തായിഫുകാർ അവർ തൗഹീദ് സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നു. ശുഭപ്രതീക്ഷയായിരുന്നു പ്രവാചകൻ. ഏത് നാട്ടിലും മുജാഹിദ് പ്രബോധകരെ സംബന്ധിച്ചിടത്തോളമുള്ള ഗുണകാംക്ഷ എന്താണ്? പടച്ചവനെ, ഈ സമൂഹത്തിലെ ഒരാളും നരകത്തിലേക്കുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ട് അവർ നരകാവകാശികളാകരുത്. രാവും പകലും എന്തിനാ നമ്മൾ ഓടുന്നത്? രാവും പകലും എന്തിനാ നമ്മൾ ഉറക്കൊഴിയുന്നത്? രാവും പകലും എന്തിനാ നമ്മൾ ദീർഘമായ യാത്ര ചെയ്യുന്നത്? ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതൊരു പ്രബോധകനും രാവും പകലും ഒരുപക്ഷെ കുടുംബത്തെ പോലും മറന്നുള്ള യാത്രയിലെ എന്താ അയാളുടെ മനസ്സിൽ? ആ ജനസമൂഹം നരകത്തിലേക്കുള്ള പ്രവൃത്തിയിലായി അവർ മരിച്ചു പോകരുത് എന്ന ചിന്തയെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ്. എന്തുകൊണ്ട് മതം മറന്ന മുസ്ലിം സമുദായം എന്നൊരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം? ജീവിതത്തിലുടനീളം ഇടപെട്ടതാണ് മതം. മതം ഏതെങ്കിലും ഒരു പള്ളിമൂലയിൽ തസ്ബീഹുമായി ഇരിക്കാൻ മാത്രം പഠിപ്പിച്ചൊരു സംഭവമല്ല ഇത്. ശബരിമലയിൽ പോയി സീസൺ കഴിഞ്ഞാൽ പിന്നെ പഴയ എല്ലാ തിന്മയും ചെയ്യാം, അങ്ങനെയല്ല ജീവിതം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലുടനീളം, അതായത് മതം മറക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ രംഗത്തും സമ്പാദിക്കേണ്ടത് എങ്ങനെ? ഇസ്ലാം കൃത്യമായി അനവധി ഖുർആനിക വചനങ്ങളിലൂടെ എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത്? സമ്പാദിച്ച സ്വത്ത് കൂട്ടിവെക്കാൻ പാടുണ്ടോ? ചെലവഴിക്കണോ? എങ്ങനെ ചെലവഴിക്കണം? എത്രത്തോളമാകാം? എത്രത്തോളമായിക്കൂടാ? കൂടുതൽ ചെലവഴിക്കേണ്ടത് ഏതിന്? കുറച്ച് ചെലവഴിക്കേണ്ടത് ഏതിന്? അങ്ങനെ സമ്പത്തിന്റെ വിനിമയങ്ങൾ, ക്രയവിക്രയങ്ങൾ എല്ലാം. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക രംഗത്ത് മതം ഇടപെടുന്നു എന്നർത്ഥം. സുഹൃത്തുക്കളെ, ഭൂമിയിലൂടെ നടന്നു പോകാൻ 4 ഖുർആനിക വചനാൽ ഞാൻ അത്ഭുതത്തോടു കൂടി പറയാൻ, അള്ളാന്റെ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. മാലപ്പാട്ടുകൾക്കപ്പുറത്ത്, ബെയ്ച്ചുകൾക്കും കാലകീലകൾക്കും അപ്പുറത്ത് ലോകത്തെ ചരിത്രത്തിൽ പരിവർത്തനത്തിന്റെ മഹാപടപ്പാട്ട് പാടിയ അള്ളാഹുവിന്റെ ഗ്രന്ഥം കയ്യിലേന്തിയ നാം നമുക്ക് എന്താ സംഭവിച്ചത്? ഉണ്ടാവും, സ്വാഭാവികമാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. വിശുദ്ധ ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. അതല്ല അവർക്ക് സമയമായില്ലേ അള്ളാഹുവിനെ പേടിക്കാനും അള്ളാഹ് അവതരിപ്പിച്ചതിലേക്ക് മനസ്സ് മടക്കാനും പടച്ചോൻ അവതരിപ്പിച്ച സത്യത്തിലേക്ക് മനസ്സിനെ ബന്ധിപ്പിക്കാനും ജൂതന്മാരായതുപോലെ ആകാതിരിക്കാനും അവർക്ക് സമയമായില്ലേ? എന്തേ അവർക്ക് പറ്റിയത്? മക്ക കാലഘട്ടത്തിലെ ത്യാഗപൂർണമായ ജീവിതത്തിന് ശേഷം മദീനയിലേക്ക് അവർ വന്നപ്പോ അല്പൊക്കെ സുഖവും സൗഭാഗ്യവും ദുനിയാവിന്റെ പളപളപ്പുകളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായപ്പോ അവർ അള്ളാനെ മറന്നുപോയല്ലേ എന്ന് സ്വഹാബികളെ കുറിച്ച് പോലും അള്ളാഹ് ആശങ്ക പ്രകടിപ്പിക്കുന്ന രംഗമാണ് ഖുർആനിലെ 50-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയും. കാലം ഒരുപാട് മുന്നോട്ട് പോകുമ്പോ ഞാൻ കേടുവരും, നിങ്ങൾ കേടുവരും. അതിനാണ് നമ്മൾ ഈമാൻ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മനുഷ്യരോട് പറഞ്ഞത് എന്താ അങ്ങക്ക് പറ്റിയത്? മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് ഇങ്ങനെ പറ്റാൻ പാടില്ല, നിങ്ങൾ ഇങ്ങനെ ആവാൻ പാടില്ല. നിങ്ങൾ ജൂതന്മാരെ പോലെയാകരുത്. എന്താ ജൂതന്മാരെ പോലെയാകരുത്? എന്തേ പോലും പറ്റിയത്? ഒരു നല്ല ആളുകളായിരുന്നല്ലോ, മുസാ നബീനെ അനുസരിച്ചവരായിരുന്നല്ലോ. അവരെ പറ്റി അല്ലാഹു തൗറാത്തിനെ പറ്റി പോലും പറഞ്ഞു. എന്താ? ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദം വനൂർ. മാർഗദർശനമുണ്ടായിരുന്നു തൗറാത്തിൽ, വെളിച്ചമുണ്ടായിരുന്നു തൗറാത്തിൽ, സമ്യക്കായ ജീവിത ദർശനമുണ്ടായിരുന്നു തൗറാത്തിൽ. വൈയക്തിക, വൈദേശിക, രാഷ്ട്രീയ, രാഷ്ട്രാന്തരീയ, വിശ്വാസ, കർമ്മ, ആചാര, കൗടംബിക മേഖലകളിൽ എല്ലാം വെളിച്ചം വീശിയിരുന്നു തൗറാത്ത്. ഖുർആനിലെ 5-ാം അധ്യായം 44-ാമത്തെ വചനം അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റാണ്. പിന്നെ എന്ത് പറ്റി അവർക്ക്? അള്ളാഹു പറയാൻ, നിങ്ങൾ ആരാകരുത്? മുമ്പ് കഴിഞ്ഞു പോയ ഒരു വിഭാഗമില്ലേ ജൂതന്മാർ, അവർക്ക് ഇന്നെന്ന കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്കും അങ്ങനെ പറ്റാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ജാഗ്രത പുലർത്തണേ എന്നല്ല പറഞ്ഞിട്ട് എന്തിന്? ഇന്ന് മഗ്‌രിബിനെ പോലും നമ്മൾ പറഞ്ഞ എന്താ? ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ. സുന്നി മുജാഹിദും ജമാഅത്തും ഇതര വിഭാഗങ്ങളൊന്നും അഭിപ്രായ ഭിന്നതയില്ലല്ലോ. പടച്ചവനെ, ജൂതനെ പോലെ ആക്കല്ല റബ്ബേ. ജൂതനോട് നിനക്ക് കോപമുണ്ടായി. അല്ലാഹുവേ, കാരുണ്യവാനായ റബ്ബേ, നീ ജൂതന്മാരോട് കോപിക്കാൻ 14 കാരണങ്ങളുണ്ട് നാഥ. അല്ലാഹുവേ, ആ കാരണങ്ങളിൽ ഒന്നുപോലും എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്നാണ് പടച്ച തമ്പുരാനോട് നമ്മൾ ഫാത്തിഹയിൽ പറയുന്നത്. അർത്ഥമറിയില്ല, വായിക്കാൻ അറിയില്ല, പഠിച്ചില്ല, ഗഹനമായി ചിന്തിച്ചില്ല. മനുഷ്യന്റെ മനസ്സുകളിലെ രൂഢമൂലമായ തിന്മകളെ കഴുകിക്കളയാൻ ഫാത്തിഹയുടെ അർത്ഥം പോലും നമ്മൾ പഠിച്ചില്ല. പടച്ചവനെ, വഴിവേച്ചു പോയ ക്രിസ്ത്യാനികളെ പോലെ നീ ഞങ്ങളെ ആക്കല്ലേ
എന്ന് പ്രാർത്ഥിച്ചവരാ നമ്മൾ. സുഹൃത്തുക്കളെ, മുസ്ലിങ്ങളെ, ഒരു കാര്യം വളരെ ഗൗരവമാണ്. നസലുല്ലദീന ഹമ്മിലുത് തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ, നോക്കൂ അല്ലാഹു പറയാ, കമസലുൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ, ഗ്രന്ഥം ചുമന്ന കഴുതകളെ പോലെ. ജൂതന്മാരുടെ ഉദാഹരണം അള്ളാന്റെ വെറുപ്പ് പറയാണ്. ഗ്രന്ഥം ചുമന്ന കഴുതകളെ പോലെ അവരായി. അതുപോലെ മുസ്ലിങ്ങളെ നിങ്ങളാകരുത്. അതെന്താ? ഗ്രന്ഥം ചുമന്ന കഴുതക്കരയോ? ഗ്രന്ഥത്തിൽ എന്താ ഉള്ളത്? അതുപോലെയായി ജൂതന്മാർ. അങ്ങനെ മുസ്ലിമീങ്ങളെ, പ്രവാചകന്റെ ഉമ്മത്തെ നിങ്ങളാകരുതേ എന്നല്ല പറഞ്ഞാൽ മതം മറന്ന മുസ്ലിം സമുദായം എന്ന വിഷയം പെർഫെക്റ്റ് അല്ലേ, പ്രസിദ്ധമല്ലേ? അതിലേക്ക് ആളുകൾ വന്ന് അത് കേട്ട്, ഖുർആനിന്റെ സുന്നത്തിന്റെ വചനം കേട്ട് ആളുകൾ മാറുന്നതിന് വെറുപ്പുള്ളവൻ മുസ്ലിമാവോ? അവന്റെ മനസ്സ് നന്നാവോ? അവൻ ഏത് പാർട്ടിക്കാരനാവട്ടെ, ഏത് സംഘടനയിലാവട്ടെ, അതിന് അവന് മനസ്സ് വന്നില്ലേ, അത് തന്നെയാണ് അവന്റെ തകരാറ്. അതിൽ നിന്നാണ് അവൻ രക്ഷപ്പെടേണ്ടത്. വിഷമമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഭൗതികമായി ഒന്നും ആഗ്രഹിക്കാത്തവരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ നിങ്ങള് ഒരു മരിച്ച വീട്ടിൽ യാസീനോദം നിങ്ങൾ കാണൂല. അങ്ങനെ യാസീനോദം ഞാൻ ഇരുന്ന് അങ്ങ് ഉറപ്പിക്കുക 1000 നോട്ടിന്റെ കീശയിൽ അവരിടും, ഞാൻ വാങ്ങി വെക്കും. അങ്ങനെ എന്റെ പേരിൽ നിങ്ങൾക്ക് വിചാരിക്കാനില്ല. ഏതെങ്കിലും ഒരു മുജാഹിദ് പണ്ഡിതൻ നബിദിനത്തിന് വീട് വിടാന്തരം കയറി ആടും മാടും അങ്ങനെ കുട്ടനിറച്ചി അടിച്ച് പൂസാക്കി പള്ളയിൽ നിറച്ച് 1000 നോട്ടും കീശയിലിട്ട് പോകുന്ന സമ്പ്രദായം മുജാഹിദ് പണ്ഡിതന്മാർക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ ഇല്ല, ഞങ്ങൾ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. സൂറത്ത് ശുഅറായിൽ ആവർത്തിച്ചു പറയാണ്. ഓരോ പ്രവാചകന്മാരുടെ കഥ പറയുന്നിടത്തും പറഞ്ഞു ഇല്ല. ആ പ്രവാചകന്മാർ വോട്ട് ചോദിച്ചു വരികയില്ല നിങ്ങളെടുത്ത്. ആ പ്രവാചകന്മാർ അധികാരത്തിലേക്ക് നിങ്ങൾ വിളിക്കില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടല് കടക്കുകയാണ്. എല്ലാവർക്കും ചിന്തിക്കേണ്ട മഹാ പോയിന്റാണ്. മൂസാ നബിയും അനുയായികളും ചെങ്കടല് കടക്കുകയാണ്. ഫിറൗനും കൂട്ടരും ബേക്കിൽ, അതായത് ആ രാജ്യം ഭരിച്ചിരുന്ന, ഈജിപ്ത് ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ ആ നാട് ഭരിച്ചിരുന്ന ഫറോവ ചക്രവർത്തിയും കൂട്ടരും ചെങ്കടല് കടന്നു പോവുകയാണ്. അള്ളാഹു അവരെ മുക്കിക്കൊല്ലുകയാണ്. എന്ത് മനസ്സിലായി? അവിടെ ഭരിച്ചിരുന്ന ഫിറൗൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. അവിടെ ഭരണത്തിന്റെ കാര്യങ്ങൾ നടത്തിയിരുന്ന പട്ടാളക്കാർ വെള്ളത്തിൽ മരിച്ചു. രാജകൊട്ടാരം ഒഴിഞ്ഞു കിടക്കുകയാണ്. മൂസാ നബി മടങ്ങിപ്പോയില്ല. നോക്ക്, രാജകൊട്ടാരം വിട്ട് ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ മൂസാ നബി ഒഴിഞ്ഞു കിടന്ന കൊട്ടാരത്തിലേക്ക് താഗൂത്തി സർക്കാരിനെ വിട്ട് ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കാൻ മൂസാ നബി മടങ്ങിപ്പോയില്ല. ഒരു പ്രവാചകന്റെ ദൗത്യവും സിംഹാസനം കെട്ടിപ്പടുത്ത് ഭരണമുണ്ടാക്കി. ഇസ്ലാമിൽ ഭരണമുണ്ട്, ഭരണത്തിൽ നല്ല മര്യാദയുമുണ്ട്, മാർഗമുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ മുസൽമാന്റെ ലക്ഷ്യം അതല്ല, മനുഷ്യന്റെ മനസ്സിനെ നന്നാക്കലാണ്. അലാ അലാ ഫഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ് ഇന്നല്ലാഹ ലാ യൻദുർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നല്ലാഹ ലാ യൻദുർ ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുർ ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സൂറത്ത് ശുഅറാ 88-89 വചനങ്ങൾ. 2 ഹദീസുകൾ പറഞ്ഞു, ഒരു ഖുർആനിക വചനം പറഞ്ഞു. എന്താ അർത്ഥം അറിയണം നിങ്ങൾ. അലാ എന്ന അറബി പ്രയോഗം 2 സ്ഥലത്ത്, ഒരു ഹദീസിൽ 2 തവണ. അതിന്റെ ഗൗരവം എത്രയാണ്? ഗൗരവമായൊരു കാര്യം പറയാനാണ് അറബിയിൽ അലാ എന്ന. അലാ അലാ ഇന്ന ഔലിയാ അല്ലാഹ്, ഔലിയാക്കളെ കുറിച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയുണ്ടാകും എന്നറിയാവുന്ന റബ്ബ് അവിടെ ഉപയോഗിച്ച പദം അലാ. ഔലിയാക്കളെ പറ്റി പറഞ്ഞെടുത്ത് അറബിയിൽ അലാ എന്ന് ഉപയോഗിച്ചത് ഔലിയാക്കളെ കുറിച്ച് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. നിസ്കരിക്കാത്തവനെ നിങ്ങൾ ഔലിയാക്കും, നോമ്പില്ലാത്തവനെ നിങ്ങൾ ഔലിയാക്കും, കുടിക്കാത്തവനെ നിങ്ങൾ ഔലിയാക്കും, തൗഹീദില്ലാത്തവനെ നിങ്ങൾ ഔലിയാക്കും, വ്യഭിചരിക്കുന്നവരെ പോലും നിങ്ങൾ ഔലിയാക്കും, പെണ്ണിനെ പിടിച്ചു മുത്തുന്നവനെ നാളെ നിങ്ങൾ ഔലിയാക്കും. അതറിയാവുന്ന റബ്ബ് പറഞ്ഞത് അലാ, അറിയണേ, ഇന്ന ഔലിയാ അല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ, തീർച്ചയായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവരാരാണ്? അവരല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാണ്. അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് ഭയപ്പെടേണ്ടതില്ല. അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ, അല്ലദീന ആമനു അവർ ഈമാനുള്ളവരാണ്, വകാനൂ യത്തഖൂൻ അവർ മുത്തഖികളാണ്. സമ്പത്ത് ചെലവഴിക്കുന്നിടത്ത്, ജീവിക്കുന്നിടത്ത്, നല്ലൊരു ഭർത്താവാകുന്നിടത്ത്, നല്ലൊരു പിതാവാകുന്നിടത്ത്,
നല്ലൊരു അയൽവാസിയാകുന്നിടത്ത്, നല്ലൊരു കച്ചവടക്കാരനാകുന്നിടത്ത്, നല്ലൊരു രാഷ്ട്രനായകനാകുന്നിടത്ത്, ജീവിതത്തിന്റെ ആപാദ ചൂടമേഖലകളിൽ അതേ അല്ല നിങ്ങളെ കാണുന്നു എന്ന ബോധത്തോടെ ജീവിക്കുന്ന ഒരു വലിയ മനുഷ്യനെ അള്ളാഹു ഖുർആനിലൂടെ സൃഷ്ടിച്ചെടുക്കുകയാണ്. അവിടെയാണ് അല്ല പറഞ്ഞത്, അലാ നിങ്ങൾ അറിയണം, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് കേടുവന്നാലോ ശരീരം മുഴുവനും കേടുവന്നു. അലാ വഹിയൽ ഖൽബ്, അത് നിങ്ങളുടെ ഹൃദയമാണ്. അപ്പൊ ഒരു വിശ്വാസി രാജകൊട്ടാരത്തിലേറാനോ പ്രസിഡന്റാകാനോ MLA ആകാനോ അല്ല, ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമയാകുക. അതാണ് അവന്റെ മത്സരം. അവൻ മത്സരിക്കുന്നത് എന്തിനാ? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ കല്ലാ ഇന്നഹും അൻ റബ്ബിഹി യൗമൈദിൻ ലമഹ്ജൂബൂൻ. ഖുർആനിലെ 83-ാം അധ്യായം 14-15 വാചകങ്ങളാണ്. എന്താ അതിനർത്ഥം? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. പാപക്കറകൾ ചെയ്ത് മനുഷ്യന്റെ മനസ്സ് കടുത്തുപോയി. അള്ളാഹുവിന്റെയും അവന്റെയും ഇടയിൽ മറയിട്ട് കളഞ്ഞു എന്നുള്ള പറയുകയാണ്. മാത്രമല്ല ഫീ ഖുലൂബിഹിം മർളും ഫസാദഹും അല്ലാഹു മർളാ. ഹൃദയത്തിലാട്ടോ രോഗം, അസൂയയും വിദ്വേഷവും പകയും കിടമ്പും മാത്സര്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തിന്റെ രോഗമാണ് കേട്ടോ. അതില്ലാതാകാൻ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. വല്ലാത്ത വാക്കുകൾ. മനുഷ്യന്റെ മനസ്സിന്റെ രോഗത്തെ മാറ്റാൻ ഖുർആനിനല്ലാതെ, വിശുദ്ധ ഖുർആനിനല്ലാതെ വേറൊന്നിന് കഴിയില്ല. യാ അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളത്തും മിർ റബ്ബികും വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. ഹൃദയത്തിന്റെ രോഗങ്ങളില്ലായ്മ ചെയ്യുന്നത് ഈ ഗ്രന്ഥമാണ് കേട്ടോ. മാലപ്പാട്ടുകളുടെ, സംഗീതങ്ങളുടെ, ഉത്സവങ്ങളുടെ, ഡാൻസുകളുടെ, ഐഡിയ സ്റ്റാർ സിംഗറിന്റെ പിന്നാലെ പോകുന്ന ഒരു പുതിയ തലമുറയെ വനുനസ്സിലു മിനൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനിലേക്ക്, ഖുർആനിലെ 17-ാം അധ്യായം 82-ാമത്തെയും 81-ാമത്തെയും 83-ാമത്തെയും ഒക്കെ വചനം ഇതാ പഠിപ്പിക്കുന്നത്. 10-ാം അധ്യായം 57-58-ലും പഠിപ്പിച്ചത് ഇതാ. ആ ഗ്രന്ഥം എവിടെ? ആ ഗ്രന്ഥമേന്തിയ മുസ്ലിം ഉമ്മത്തിന്റെ കഥനകഥയുണ്ട്. അതാണ് മതം മറന്ന മുസ്ലിം സമുദായം എന്ന വിഷയത്തിന്റെ ആകത്തുകയും അതിന്റെ പ്രാധാന്യം. ഞാൻ വിഷയമല്ല ഇപ്പൊ പറഞ്ഞു, വിഷയത്തിന്റെ പ്രാധാന്യം പറയാൻ ആമുഖം തീർക്കാൻ കേട്ടോ. മുഖദ്ദിമ, ഈ വിഷയത്തിന്റെ മുഖദ്ദിമ പറയാൻ. ഈ വിഷയം എന്തുകൊണ്ട് പ്രാധാന്യമാവണം? അള്ളന്നെ പറഞ്ഞല്ലോ, അള്ളാഹു പറഞ്ഞല്ലോ 62-5 കാലം നിങ്ങളെ ഖുർആൻ അകറ്റും. റസൂലുള്ളാഹിന്റെ പരാതി എന്താ? വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലേ, എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞു. നമ്മൾ പറയൽ എന്താ? ഈ ഉമ്മത്ത് മൗലൂദ് നിർത്തി, ഈ ഉമ്മത്ത് റാത്തീബ് നിർത്തി, ഈ ഉമ്മത്ത് മൊയ്തീമാല ഉപേക്ഷിച്ചു, ഈ ഉമ്മത്തിന് സബീനെ അറിയില്ല. സലാഹുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞു. അല്ലേ, അള്ളാന്റെ റസൂലോ ഈ ഉമ്മത്ത് ഖുർആൻ പഠിച്ചില്ല, ഈ ഉമ്മത്ത് ഖുർആനെ വിട്ട് കളഞ്ഞു, ഈ ഉമ്മത്ത് ഖുർആൻ പഠിച്ചില്ല എന്ന് റസൂല്. നമ്മളോ? അതാണ് വ്യത്യാസം. അത് പഠിപ്പിക്കുന്ന സസാദ് അത് നന്നായിട്ടറിയാം. അതായത് ഇവിടെ നമ്മൾ പ്രസംഗിച്ചാൽ ജനങ്ങൾ നന്നാവും. പല ആളുകളെയും കുത്തിത്തിരിപ്പ് കിടക്കൂല. കുത്തിത്തിരിപ്പിലൂടെ ജീവിച്ച് മരിക്കാൻ ആഗ്രഹിച്ചവർക്ക് മുജാഹിദുകൾ ഒന്നും ഒരു ഭീഷണിയാണ്. അത് മുജാഹിദിന്റെ ഉള്ളിലുള്ള മുജാഹിദിനും ഭീഷണിയാണ്, അല്ലാത്തവർക്കും ഭീഷണിയാണ്. ആളെ കൂടാതെ പറയുന്ന പോലെ ആണുങ്ങളായിട്ട് 10 വാക്ക് ആര് ചെയ്താലും, സ്റ്റേജിലിരിക്കുന്ന അംസക്ക ചെയ്താലും ഇനി ഞാൻ ചെയ്താലും തെറ്റാന്ന് പറയാനുള്ള ഒരു തന്റെ ഇടവും തിരുത്താൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ളൂ. ഉള്ള കാലത്തോളം 10 ആളാ ആസ്ഥാനവും വേണ്ട, ലെറ്റർ പേടും വേണ്ട. ഓരോ ജനങ്ങൾക്ക് പേടിയാ. മനസ്സിലായോ? അത് വെറുതെ പറയല്ല. കരാട്ടയും കളരിയും കുൻഫും ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു മഹാത്മാഗാന്ധി. പക്ഷെ അമ്മ എലിഞ്ഞുണങ്ങിയ മനുഷ്യനെ ബ്രിട്ടീഷുകാർക്ക് പേടിയായിരുന്നു. കാരണം മൂപ്പര് വിചാരിച്ച പലതും നടക്കുകയായിരുന്നു. അത്ര ഇച്ഛാശേഷി ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്. മനസ്സിലായോ? ഞാൻ പറയുന്നത് മുജാഹിദുകൾ ആര് പ്രസംഗിച്ചാലും ആളുകൾക്ക് പേടിയാണ്. എന്താ പേടി? തീവ്രവാദം ഉണ്ടാവും, ഭീകരവാദം ഉണ്ടാവും എന്നല്ല, അതൊക്കെ ഇല്ലാതാവും. ഞങ്ങൾക്ക് മുതലെടുപ്പ് എടുക്കൂല. പാവപ്പെട്ട യുവാക്കളെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത്, ചിക്കിളിയൊക്കെ കൊടുത്ത് ഞങ്ങളുടെ താല്പര്യത്തിന് കിട്ടൂല. ഒരു നന്നാവും. പാർട്ടിക്കാർക്കും പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്. മുജാഹിദുകൾ പ്രസംഗിച്ച ഒരാള് നന്നായാൽ പിന്നെ ഇൻക്ലാബ് വിളിക്കാൻ എന്റെ കൈ ആകാശത്ത് വരൂല. ആ നല്ല കാര്യമായിട്ട് പോകും. അപ്പോ എല്ലാവർക്കും അത് ക്ഷീണം തട്ടും. ഞങ്ങൾക്ക് നന്നായി അറിയാം. പക്ഷെ ഞങ്ങൾ അള്ള സൃഷ്ടിച്ചു, ഞങ്ങളെ അള്ള ദൗത്യം ഏൽപ്പിച്ചു. ആ ദൗത്യം നിർവഹിക്കൽ, വേറൊന്നുമില്ല. ഇതിലെന്തേ ഉള്ളൂ? കാലു മഅദിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലകും യത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ കാലു മഅദിറതൻ ഇലാ റബ്ബിക്കും. അതെ, ഞങ്ങളെ വയലറിയുന്നത് നിങ്ങൾ നന്നാകാനല്ല, ഞങ്ങൾക്ക് റബ്ബിന്റെ അടുത്ത് രക്ഷപ്പെടാനാണ്.
പിന്നെ രണ്ടാമത് നിങ്ങൾ നന്നായേക്കാം. അതിന് 2 ലക്ഷ്യമുള്ളത്. ഖുർആൻ ഒന്നാമതായി പറഞ്ഞ എന്താ? 7-ാം അധ്യായം 163, 64, 64-ാമത്തെ വചനം ഞാൻ ഈ പറഞ്ഞേ. അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ നിങ്ങളോട് ഇത് പറയുന്നത്, ഞങ്ങളോട് അള്ള പറഞ്ഞതാ തിന്മ തടുക്കാൻ. അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. പടച്ചോനല്ലേ ഞങ്ങളോട് ചോദിക്കും, പടച്ചോൻ ഞങ്ങളെ സൃഷ്ടിക്കും. അതുകൊണ്ട് ആ ദൗത്യം ഞങ്ങൾ നിർവഹിക്കുകയാണ്. വലഅല്ലക്കും യത്തഖൂൻ, പിന്നെ നിങ്ങൾ നന്നായേക്കാം. മൂസാ നബി അലൈഹിസ്സലാം ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ചെല്ലുക. ഫിറൗന്റെ കൊട്ടാരത്തിൽ ചെല്ലുന്നതിനെ പറ്റി പറഞ്ഞെടുത്ത് അള്ള പറഞ്ഞ എന്താ? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഏ മൂസാ, നിങ്ങൾ രണ്ടുപേരും പോയിക്കോടി. ഖൗലൻ ലയ്യിന, പണ്ടേ ഓൻ ചാടിക്കളിക്കാരനാണ്. പിന്നെ മൂസാ സ്ട്രെങ്ത് ഉള്ള ആളാണ്. അത്യാവശ്യം ഇങ്ങോട്ട് പറഞ്ഞാൽ പകരം പറയുന്ന ഒരു ശേഷി ഇങ്കരിച്ചും തല ഇങ്ങനെ ഇക്കുന്ന ആളല്ല മൂസാ നബി. അപ്പൊ രണ്ടും കൂടി ചേർന്നാൽ ഒരു സ്ഫോടനം ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹു മൂസാ നബിയോട് പ്രത്യേകം പറഞ്ഞു. വേറെ ഏതൊക്കെ പ്രവാചകന്മാരോട് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന പറഞ്ഞിട്ടുണ്ട്? അതൊന്ന് ഖുർആനിൽ പരിശോധിച്ചു. എന്താ മൂസാ നബിയോട് പ്രത്യേകം പറയാൻ? മൂസാ നബിയെ ഒന്ന് തടുത്ത പൊരുത്തം കാലിയായി പോയിട്ടുണ്ട്. അതാ മൂസാ നബിന്റെ പവർ. മനസ്സിലായി? ഒരു കിണറിന് ഒട്ടകത്തിന്റെ തോല് എത്ര വലുപ്പമുള്ള പാത്രത്തിൽ വെള്ളം ഒറ്റക്ക് ഇങ്ങനെ വലിച്ചേറ്റുക. 5-10 ആളും ഒന്നിച്ച് വലിച്ചേറ്റ് ആ പാത്രം ഒറ്റക്ക് വലിച്ചേര. അത്യാവശ്യം തരക്കേടില്ലാത്ത ശുഐബ് നബീന്റെ 2 കുട്ടികൾ ഒരേപോലെ മൂസാ നബീനെ ഭർത്താവായി കിട്ടണമെന്ന് മനസ്സിൽ കൊതിച്ച അരോഗതിടഗാത്രനായ മൂസാ നബി ഫിറൗന്റെ അടുത്ത് ചെല്ലുമ്പോ 2 ആളും കൂടി തരക്കേടില്ലാത്ത ആൾക്കാരാണ്. 2 ആളും തരക്കേടില്ല. അതുകൊണ്ട് പറഞ്ഞു മൂസാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു യഖ്ശാ. ചാടിക്കളിക്കാരനായ അവനോട് വളരെ ഗൗരവമായി പറഞ്ഞാൽ ചിലപ്പോ അവന്റെ ചാടിക്കളി കൂടും. അതുകൊണ്ട് അവനോട് ഒന്ന് മാർദ്ദമായിട്ടാണ് പറഞ്ഞാടാ. എന്നാലും ഒന്ന് നന്നായാലോ. ഒരു സോഫ്റ്റ് ആയിട്ട് ചെങ്ങായിന്റെ അടുത്ത് നിന്ന് 4 വർത്താനം പറഞ്ഞ അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ. ഇപ്പൊ എന്നെ കത്തിയോണ്ട് കുത്തോളം ഒറ്റ കത്തിയായിട്ട് കിടക്കുക ഒരു നാട്ടില്, ഈരാറ്റുപേട്ടയിൽ ഒരുപാട് കാലം അങ്ങനെ. ഒരു ദിവസം ആരും അറിയാതെ ഞാൻ അവന്റെ വീട്ടിൽ കയറി ചെന്നു. വീട് കയറി ചെന്ന് കോളിമ്പലടിച്ചു. ഹനീഫ് ഖാൻ, ഞാനാണ്. നിങ്ങൾക്ക് എന്നെ കത്തിയോണ്ട് കുത്തോണത് കുപ്പായം കഴിച്ചു കുത്തിക്കളിയാണ്. അതോടുകൂടി ഹനീഫ് ഖാൻ ഐസായി പോയില്ലേ. കസാൽമേലോ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരിക. അതൊക്കെ കുട്ടികളോട് മീൻ വിളിക്കലൊക്കെ വരികയാണ്. ഇന്നിപ്പോ നമ്മൾ ആ നാട്ടിലെ നല്ലൊരു മുജാഹിദ് പ്രവർത്തകനായാണ്. മനസ്സിലായോ? ആളുകൾ എന്താ വെച്ചാൽ 4 ആളെ മനസ്സിൽ കൊടുത്ത് നോക്കണ്ടോ. മനുഷ്യൻ നേരിട്ട് കയറി ചെന്നു. ഫിറൗന്റെ കൊട്ടാരത്തിലെ ചെല്ലാനാ പറഞ്ഞു. ചെല്ലേ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. നമ്മളെന്താ വിചാരിക്കുക? ഞാൻ അങ്ങനെ അങ്ങോട്ട് ചെല്ലുക. പിന്നെന്തിനാ പടച്ചോവിടെ വല്ലാഹു യഹ്സിമുക മിനന്നാസ് വെറുതെ പറഞ്ഞ റസൂലിനോട്? ആ തവക്കുലില്ലാത്ത ആള് ആ നാട്ടിൽ ചെന്നാ പ്രശ്നമാവും. ആയിക്കോട്ടെ, നമുക്ക് എന്താ, നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. അത്രയാണ്. നമ്മളെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായോ? നമ്മൾ കുറ്റക്കാരൻ അല്ല. യാഥാർത്ഥ്യം പറഞ്ഞിട്ടും പ്രശ്നമാകുകയാണോ? അത് അമ്പിയാക്കളൊക്കെ ഏറ്റുവാങ്ങിയാണ്. ഇപ്പൊ യഹിയാ നബി അലൈഹിസ്സലാം റോട്ടിലിറങ്ങിയ ആദ്യത്തെ വയല് ഹംദു സലാത്തും കഴിഞ്ഞ് വയൽ തുടങ്ങുമ്പോഴേക്ക് തല പോയി. ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ചെത്രോ കാലത്തിന് ശേഷം കിട്ടിയ യഹിയാ നബി ഒറ്റ വയലേ പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങൾ വാളിങ്ങനെ വിട്ട് തലം കെടുത്ത് ആ തല ഇങ്ങനെ വായിലൂടെ വന്ന് നിലത്തവിടെ കലാസ് കഴിഞ്ഞു. അല്ല പറയണേ, അമ്പിയാക്കളെ തട്ടിക്കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണേ, നബിമാരെ ആ കൊന്ന്. അതിനേക്കാൾ വലുതൊന്നും നാട്ടിലിടക്കില്ലല്ലോ. പ്രവാചകന്മാരെ അല്ല തെരഞ്ഞെടുത്ത് ലോകത്തിലെ 10 മനുഷ്യരെയാ അവര് കൊന്നൊടുക്കിയത്. മനസ്സിലായോ? ഒരുപാട് നബിമാരെ കൊന്നു എന്നല്ല പറയാൻ ചെറിയ കാര്യമല്ല, നന്മയ്ക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകരോട്, സംഘാടകരോട് നമ്മളിലാണ് ജനങ്ങൾക്ക് അടിസ്ഥാനപരമായി പ്രതീക്ഷ. ഞാൻ വെറുതെ പറയല്ല, നമ്മളിലാണ്. നിങ്ങൾക്കറിയാലോ, ഒരുപാട് ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ എന്ത് പ്രശ്നം ഉണ്ടാവുമ്പോ ഞങ്ങൾക്കൊക്കെ പ്രശ്നം. പക്ഷെ നിങ്ങളിങ്ങനെ മുജാഹിദുകൾ ഇങ്ങനെ ഏറ്റവും രസം തരയോ? ഇതൊരു മുജാഹിദല്ല, ഈ ഇങ്ങനെ ആകാൻ പാടുണ്ടോ? സമസ്തക്കാര് പോലും ചോദിക്കലെന്താ? അതിന്റെ അർത്ഥം എന്താ അറിയോ? മുജാഹിദിലെ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ഒരിക്കലും കേടുവരാൻ പാടില്ല. ഉണ്ടോ? വല്ലാത്തൊരു പഠനാത്. സമസ്തക്കാരൊരു ഞങ്ങൾക്കൊക്കെ ചെയ്യും. ഞങ്ങളിപ്പോ വലൂദിന്റെയും റാത്തീബിന്റെയും കുത്താർ റാത്തീബിന്റെ, നിങ്ങൾ ഖുർആന്റെയും സുന്നത്തിന്റെ ആളുകളല്ലേ? എന്താ അങ്ങനെ? അതൊരു മനസ്സ് തട്ടി പറഞ്ഞതാ. ഒരുക്കറിയാം മുജാഹിദുകളുടെ കയ്യിൽ ആയുധമാണ് അല്ലേ? ആണല്ലോ. ആ ആയുധം അനുസരിച്ച് ഈ സമൂഹത്തിന് മുമ്പിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക. ഞാൻ ചോദിക്കുന്നത്, ഈ കഞ്ഞിപ്പുരയില് ഈ പ്രസംഗം നടന്നിട്ട് എന്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെയുള്ള എന്തൊക്കെ സ്വഭാവവും അവസ്ഥയും അത് തന്നെയാ നാളെ തുടരുന്നതെങ്കിൽ ഈ പ്രസംഗത്തിന് ഒരു പ്രസക്തിയും. ഒരാളെ മനസ്സിലെങ്കിലും സ്ട്രൈക്ക് ചെയ്യാം, ഒരാളെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. അത് ഇവിടെ ഇരിക്കുന്ന ഏതൊരുത്തന്റെ ജീവിതത്തിൽ ഏത് വിഷയവും ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചില പ്രധാനമായ വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയപരിധിയിൽ നിന്നുകൊണ്ട് എന്റെ ആരോഗ്യാവസ്ഥ അനുസരിച്ച് ഞാൻ ചില വിഷയങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യും. ആ വിഷയങ്ങൾ ഇവിടുത്തെ ഉമ്മത്തിന്, ഇതര മതവിഭാഗങ്ങൾക്ക്, ജനവിഭാഗങ്ങൾക്ക് ഒക്കെ കേൾക്കാം. ആർക്കും കേൾക്കുന്നതുകൊണ്ട് വിരോധമില്ല. എല്ലാവരെയും ബാധിക്കുന്ന
എന്നാൽ ചിലതൊക്കെ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ചില കാര്യങ്ങൾ. എന്തുകൊണ്ട് നമ്മുടെ സമുദായം ഓരോ വിഷയത്തിലും മതം മറന്നു പോകുന്നു? മതം എന്തുകൊണ്ട് മറക്കുന്നു എന്നത് വളരെ ഗൗരവമാണ്. ജീവിതത്തിലെ ഓരോ രംഗത്തും ഇപ്പൊ വേഷവിധാനം, മതം നന്നായി ഇടപെട്ടൊരു മേഖലയാണ്. പെണ്ണിന്റെ വേഷം എന്താകണം, ആ രംഗത്ത് സ്ത്രീകളൊക്കെ അത് മറന്നു. എന്റെ ഡ്രസ്സ് തൊട്ടപ്പുറത്തുള്ള മാധവി ചേച്ചിയുടെ മകൾ സുമതിയുടെ വേഷവും അതിലെ ഏറ്റവും വൾഗർ എന്റേതാണ് എന്ന് ആയിഷക്കുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആയിഷക്കുട്ടി നീ മതം മറന്നവളാണ്, നീ അത് തിരുത്തണമെന്നാണ് ഈ പറയുന്നത്. സാമ്പത്തിക രംഗത്ത് തൊട്ട അയൽപ്പക്കത്ത് കച്ചവടം ചെയ്യുന്ന മാധവട്ടൻ സത്യസന്ധൻ, ഇപ്പുറത്ത് കച്ചവടം ചെയ്യുന്ന ബഷീർ അറു കള്ളൻ എങ്കിൽ ബഷീർ ചിന്തിക്കേണ്ട എന്താ? കച്ചവട രംഗത്ത് ഖുർആൻ ഇടപെട്ടു, പ്രവാചകന്മാരിടപെട്ടു. അതുപോലെ വിശുദ്ധ ഖുർആനിൽ അനവധി തവണ ആ കാര്യം അല്ലാഹു പറഞ്ഞു, അതെന്റെ ജീവിതത്തിലില്ലെങ്കിൽ ഞാൻ അയൽവാസിയായ അമുസ്ലിമിനേക്കാൾ മോശമാണ് എന്ന് മനസ്സിലാക്കുന്നത്. അവിടെ മതം മറന്നു. അതാകണം. ഇപ്പൊ റോട്ടില് ഇന്നലെ ഞങ്ങൾ വളയത്ത് ചെന്നപ്പോ ഒരു വിദ്വാൻ അവനിങ്ങനെ കാർ നടുറോട്ടിൽ നിർത്തി. നമ്മുടെ വണ്ടി അതിന്റെ തൊട്ട് പിറകിലുണ്ട്. അപ്പൊ എന്നെ വണ്ടി കയറ്റിയാള് ആ നാട്ടുകാരനാണ്. അപ്പൊ അയാൾ തീരെ ഓർണടിക്കണില്ല. എന്താ ഓർണടിക്കാച്ച? നാട്ടുപ്രമാണിയാണ് അവിടെ മുന്നിൽ കാറ് നിർത്തിയിട്ട്, മനസ്സിലായി, നടുറോട്ടിൽ നിർത്തിയിട്ട് അവനിങ്ങനെ ആളുകളോട് വർത്താനം പറയാണ്. നിങ്ങൾ ആലോചിക്കണം, എന്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് ഇറങ്ങിയിട്ട് അവനെ പിടിച്ച് താഴെ വലിച്ചെറിയാവുണ്ട്. പിന്നെ ഓല നാട്ടില് അവർക്കറിയാലോ അവന്റെ അവസ്ഥ. നമുക്ക് ഏത് നാടും കണക്കാണ്, തെറ്റ് തെറ്റാണ്. ഏത് നാട്ടിലാണെങ്കിലും തെറ്റ് തെറ്റാണ്. ആ തോന്നിയാസാണ് നടുറോട്ടില്. എന്താ? ഓരോ നാടുവായി തമ്പുരാക്കന്മാർ ഓരോ നാട്ടില്. ഇപ്പൊ ഇന്നലെ അവിടെ ചെന്നപ്പോ നമ്മുടെ കുട്ടികളെ നോട്ടീസ് വിതരണം 8 AP സുന്നികള്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഈ മാനവികത എന്നൊരു യാത്ര നടത്തിയിരുന്നല്ലോ. നിങ്ങൾക്ക് ആ പദത്തിന്റെ അർത്ഥം അറിയൂ? മാനവികത നിങ്ങൾ വിചാരിച്ച പണ്ടത്ത് കത്തിയേറ്റുന്നതിന്റെ പേരല്ല മാനവികത. തോന്നിയാസം പറയുന്നതിന്റെ പേരല്ല മാനവികത. തോന്നിയാസം ചെയ്യുന്നതിന്റെ പേരല്ല മാനവികത. മാനവികത എന്ന പദം നിങ്ങൾ ഡിക്ഷണറി നോക്കി ഒന്ന് പഠിക്കണം. അത് ഞാൻ വെറുതെ പറയല്ല. അവിടെ വന്നിട്ട് നോട്ടീസൊക്കെ പിച്ചു കീറി. അപ്പൊ കുട്ടികൾ പറഞ്ഞു, അതൊരു കുറഞ്ഞ പേജല്ലോ, ഒന്ന് വായിച്ചു നോക്കിയിട്ട് നല്ലതല്ലേ കീറ. എല്ലാ പോലീസ്, ഞാൻ പറഞ്ഞല്ലോ, അമുസ്ലിമായ പോലീസുകാരൻ ചോദിക്കുകയാണ്, മക്കളെ ഇതിലൊക്കെ നല്ല കാര്യമില്ലേ? മനുഷ്യർ തമ്മിൽ തല്ലരുത്, തീവ്രവാദം പാടില്ല, മദ്യപിക്കരുത്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അതുകൊണ്ട് പിടിച്ചു പറിക്കരുത്. ഇതിലെവിടെയാ വിയോജിക്കാൻ? ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് പോലും ഇത് ഹൃദ്യമായി. അതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും ഈ ആളുകളെ ഞങ്ങള് സംരക്ഷിക്കുമെന്ന് അമുസ്ലിം പറയണം. അപ്പൊ നമ്മുടെ മുസ്ലിങ്ങൾക്ക് എന്ത് പറ്റി? എന്നാൽ അവര് പറയാണ്, ഈ മഹലിന്റെ പരിധിയിൽ നിങ്ങൾ ഒറ്റ വീട്ടിലും കയറരുത്. അപ്പൊ കുട്ടികൾ ഞങ്ങൾ അമുസ്ലിങ്ങളെ വീട്ടിൽ കയറിക്കോളാം. അമുസ്ലിങ്ങളെ വീട്ടിൽ കയറി തിരിച്ചു വരുമ്പോ വീണ്ടും എടുത്തു വരും. ഈ നാട്ടിൽ തന്നെ ഞങ്ങൾ വിതരണം ചെയ്യരുത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നാടുവായി തമ്പുരാക്കന്മാരായി ഇവിടുത്തെ സർക്കാർ AP സുന്നികളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇത് ഞാൻ പല നാട്ടിലും ചോദിച്ച ചോദ്യം. AP സുന്നിക്ക് എന്താ കൊമ്പുണ്ട്? നിങ്ങൾക്ക് എന്താ കൊമ്പുണ്ട്? നിങ്ങൾ എന്താ നന്നാത്? ഞാൻ വളരെ ഗൗരവമായി ചോദിക്കണേ. എടോ, പ്രവാചകന്റെ അനുയായികളാണ്. മര്യാദ പാലിക്കാൻ ജീവിതത്തിൽ മനുഷ്യർ പഠിക്കുക. ജീവിതത്തിൽ എവിടെ? ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു നാട്ടില് ആർക്കും ഇന്ത്യ എന്ന രാജ്യം നിരീശ്വരവാദി, ഈശ്വരനില്ല എന്ന നോട്ടീസ് വിതരണം ചെയ്യുന്നു. കഴിഞ്ഞ 25ാം വാർഷികത്തിലെ യുക്തിവാദി സംഘത്തിന്റെ സ്റ്റേറ്റ് സമ്മേളനത്തിൽ മതം തുലയട്ടെ, മനുഷ്യൻ ഒന്നാകട്ടെ എന്നായിരുന്നു അവരുടെ പ്രമേയം തന്നെ. നിങ്ങൾ ആരെങ്കിലും എതിർത്തോ? അപ്പൊ ഇവിടെ ഞാൻ ഇന്ന് തന്നെ വിചാരിക്കും, പല ആളുകളും തിരൂരും പരിസരത്ത് എന്റെ ഫോണിലേക്ക് പല ആളുകൾ വിളിച്ചു, അല്ല അന്ന് കഞ്ഞിപ്പുരയിലെ പരിപാടി ക്യാൻസൽ ചെയ്തു എന്തല്ലേ അങ്ങനെ ചെല്ല് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. വിളിച്ചു പറഞ്ഞ് സുന്നികളിൽ പെട്ടവരല്ലോ. അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സുന്നികളല്ല പറഞ്ഞു. ഓരോ നാട്ടിൽ ഓരോ ടൈപ്പാണ്. ഓരോ സാധനങ്ങൾ ഓരോരുത്തരോട് കൂടുകയാണ്. ഓർക്കും വലിയൊരു പൂതി, നോട്ടീസൊക്കെ കീറിയൊക്കുക, പോസ്റ്ററൊക്കെ കീറിയൊക്കുക, പരിപാടി മുടക്കാൻ പോലീസ് സ്റ്റേഷനിൽ ആധാരം കൊണ്ട് പണയപ്പെടുത്തുക, അങ്ങനെയുള്ള ചില ഏർപ്പാടുകൾ. ഞാൻ ചോദിക്കണം, മനുഷ്യൻ നല്ല സ്വഭാവത്തിൽ നിന്ന് പിന്നെ റിവേഴ്സ് കീറിലേക്ക് ഉണ്ടാവരുത്. നല്ലതല്ല അതൊന്നും, ആർക്കും ചേർന്നതല്ല. ഭീരുക്കളെ അത് ചെയ്യൂ, ധീരന്മാരായി ചെയ്യില്ല. ഭീരുക്കളെ അത് ചെയ്യാം. ഈ ഭീരുത്വം അവസാനിപ്പിക്കുക. നിങ്ങൾ പറഞ്ഞോളൂ, ഈ പന്തലും ഈ സൗണ്ട് സിസ്റ്റം ഒക്കെ ഏത് പ്രസ്ഥാനം പിടിച്ചാലും പോകുന്നവരാണല്ലോ. ഒരു നാളെ നിന്നൊരു പോലീസ് പെർമിഷൻ എടുത്ത് പ്രസംഗിച്ചോ? ഞാൻ പറയുന്നത് എല്ലാരും പ്രസംഗിക്കട്ടെ. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, ഇതിന് ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് ഇന്നലെ മുഖ്യമന്ത്രിക്ക് കണ്ണൂർ ഏറ് കിട്ടി. ഏത് വിധേനയാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഈ ജാതി ടൈപ്പിനെ എന്ത് പേര് വിളിച്ചാലും സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് അവിടെ ഇപ്പൊ MLA പറഞ്ഞു, സ്വകാര്യ ചവിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് ഏറ് കിട്ടിയത് കൊണ്ട് വളരെ വേഗത്തിൽ പ്രോഗ്രാം നിർത്തണം, നിങ്ങൾ എന്തായാലും 9 മണിക്ക് നിർത്തണം, 10 മണി വരെ നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ട് എന്ന് പറഞ്ഞു.
അപ്പൊ നമ്മൾ 9 മണി ഷാർപ്പ് 9 മണിക്ക് പരിപാടി നിർത്തും. കാരണം എന്താ? നിയമത്തെ സംരക്ഷിക്കാനാണ്, നിയമത്തെ ലംഘിക്കാനല്ല. ഇന്ത്യ രാജ്യത്തെ പൊതുവേ നിയമം എന്ന് പറഞ്ഞാൽ എന്താ? അതൊക്കെ ലംഘിക്കാനാണ്. അങ്ങനെ നമ്മൾ ആരാ? മുസ്ലിങ്ങൾ ആരാ? ഞാൻ വിശുദ്ധ ഖുർആനിലെ ഒരുപാട് വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില സമയത്തൊക്കെ പൊട്ടിക്കരഞ്ഞു പോകും. ഈ ഉമ്മത്തിന് എന്ത് സംഭവിച്ചു? അള്ളാഹുവിന്റെ ഗ്രന്ഥം വായിക്കാൻ, രാവും പകലും ഖുർആനിന്റെ അനുയായികളാകാൻ, ഏറ്റവും ചുരുങ്ങിയത് ഖുർആനിലൂടെ മനപ്പാഠം യാത്ര ചെയ്യാൻ, അതിനെങ്കിലും നമുക്ക് സാധിക്കും. സഹോദരങ്ങളെ, മതം മറന്നുപോയ 2 കാര്യങ്ങളാണ് ഇതിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്കില്ലേ, വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എന്റെ ഉമ്മത്തെ ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞു, അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞു. മനുഷ്യർ ഉപകാരമില്ലാത്ത ഒരു വാക്കും ഞാനിവിടെ പറയും. പിന്നെ തിന്മ, അത് എതിർക്കും. അത് ആരോടുള്ള വിരോധമല്ല, അത് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതാണ്, ഖുർആൻ പഠിപ്പിച്ചതാണ്. കുൻതും ഖൈറ ഉമ്മ, നല്ലൊരു മനുഷ്യന്റെ ക്വാളിറ്റിയാണ് തെറ്റി ചൂണ്ടിക്കാണിക്കാന്ന്. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. അല്ലാഹു പറഞ്ഞ നിങ്ങളൊരു ഉത്തമ സമുദായമാണ്, നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. അതാണ്. അല്ലാതെ നല്ലത് മാത്രം അറിഞ്ഞ് കയ്യടി നേടുകയല്ല. നാട്ടിലും സമൂഹത്തിലും ഒക്കെ ഉള്ള തിന്മ സ്വന്തം കൂട്ടത്തിൽ വലൗ വലാ അൻഫുസികും അബിൽ വാലിദൈനി വൽ അഖ്റബീൻ യകുൻ ഗനിയ്യൻ ഔ ഫഖീറാ. വല്ലാത്തൊരു വാക്കാണ്. നിങ്ങളുടെ മാതാപിതാക്കളായാലും കുടുംബങ്ങളായാലും ബന്ധുമിത്രാദികളായാലും തെറ്റ് ബാപ്പയാ ചെയ്തെങ്കിൽ അത് പറയണം. ബാപ്പ നിങ്ങളെ ചെയ്ത തെറ്റാണ്, മോനെ നീ ചെയ്ത തെറ്റാണ്, ഭാര്യയോട് നീ ചെയ്ത തെറ്റാണ് എന്ന് പറയാൻ വിശ്വാസികളായ ആളുകൾക്ക് കഴിയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അവിടെയാണ് നമുക്ക് ചില കാര്യങ്ങൾ ഗൗരവമായ ചർച്ചക്കെടുക്കേണ്ടതുള്ളത്. മതം എന്താണ്? ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ചത്, ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ അതാണോ എന്ന് സമുദായത്തിലുള്ളത്, മുസ്ലിം ഉമ്മത്തിലുള്ളത് ആണോ? ഞാൻ മെനയാന്ന് എരുമേലിയിലായിരുന്നു, അതായത് വാവര് പള്ളി ഉൾക്കൊള്ളുന്ന എരുമേലി. ശബരിമലയിലേക്ക് ഹൈന്ദവര് പോകുമ്പോ വാവര് പള്ളിയിൽ മുസ്ലിയാരെ ബർക്കത്തും തേടി അവിടെ പണവിട്ട് അവിടെ ശിർക്കിന്റെ വിശ്വാസങ്ങൾ പള്ളിയില് അമുസ്ലിങ്ങളായ ഹൈന്ദവർക്ക് അവരുടെ വിശ്വാസം ഉൾക്കൊള്ളാൻ എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യമുണ്ട്. അതവർക്കാവാം. ഒരിക്കലും നമ്മൾ അതിന്റെ പേരിൽ അവരെ എതിർക്കുന്നില്ല. അവരുടെ വിശ്വാസത്തിലെ ന്യൂനതയെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ആ വിശ്വാസം അനുസരിച്ച് അവർക്ക് ജീവിക്കാം. പക്ഷെ ഇസ്ലാമിന്റെ മിനാറുള്ള ഒരു പള്ളിയിൽ പക്കാ ബിംബാരാധന നടക്കുക, ശിർക്ക് നടക്കുക. അങ്ങനെ ആ പള്ളിയായി നമ്മൾ സമീപിച്ചു. സ്ക്വാഡ് വർക്ക് എടുത്തു. പള്ളി കമ്മിറ്റിക്ക് ഒരു കോമ്പൗണ്ട് ഉണ്ട്, അവിടെ ഒരു മൈതാനം. അവിടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് അനുവദിക്കുകയോ എന്നാ പള്ളിയിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റിനോട് ചോദിച്ചു. അപ്പൊ പ്രസിഡന്റ് പറയാൻ, പള്ളിയിലെ പ്രസിഡന്റ്, അത്ഭുതമാണ്. പ്രസിഡന്റ് പറയണെന്ത്, നിങ്ങള് തൗഹീദ് പറയുന്നവരാണ്, ഞങ്ങൾക്കറിയാം. ഈ പള്ളിയിൽ നടക്കുന്നത് ശിർക്കാണെന്ന് എനിക്ക് 110% ഉറപ്പാണ്. ആ പള്ളിയിലെ പ്രസിഡന്റ് പറയാൻ, ഈ എരുമേലി പള്ളിയിലെ പ്രസിഡന്റ് പറയാണ്, ഇവിടെ നടക്കുന്ന ഈ ശിർക്കാണെന്ന് എല്ലാവർക്കും അറിയാം. ഉസ്താദിനും അറിയാം, ഞങ്ങൾക്കും അറിയാം, കമ്മിറ്റിക്കാർക്കും അറിയാം, എല്ലാം അറിയാം. പക്ഷേ ഞങ്ങൾ എന്ത് വിചാരിച്ചാലും ഇത് മാറില്ല. പിന്നെ ഇവിടെ വരുന്ന ആള് ബാലുശ്ശേരി അത് പറയും, അദ്ദേഹം മുമ്പ് പള്ളിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് അതും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അനുവദിച്ച അവിടെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് മറ്റൊരു സ്ഥലങ്ങള് നിർദ്ദേശിച്ചു തരാം എന്ന് പറയും. ഞാൻ പറയുന്നത്, അറിഞ്ഞുകൊണ്ടൊരു പ്രസിഡന്റ് പള്ളി പ്രസിഡന്റ് ആകുക ശിർക്കുള്ളിടത്തിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ല ഒരിക്കലും പൊറുക്കാത്ത പാപം. അതിൽ നമുക്കെതിരെ അഭിപ്രായമില്ലല്ലോ. സുന്നിക്കും മുജാഹിദിനും ജമാഅത്തിനും ശിർക്ക് സംഭവിച്ചാൽ അല്ല പൊറുക്കൂല. നമ്മളത് ശിർക്കല്ല എന്നാണല്ലോ വാദം. ആണോ അല്ലേ നമുക്ക് വേറെ തെളിയിക്കാം. പക്ഷേ ശിർക്ക് സംഭവിച്ചാൽ അല്ല ഒരിക്കലും പൊറുക്കൂല എന്നെല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും ഇവിടെ നടക്കുന്നത് ശിർക്കാന്നറിഞ്ഞിട്ട് പോലും ദുനിയാവിന് വേണ്ടി, കാരണം എന്താ അറിയോ, കോടികളാ വരുന്നത്. 500 1000 പോലീസുകാരെ നിർത്തിയ എരുമേലി പള്ളിന്റെ ഇലക്ഷൻ വേറൊന്നും കൊണ്ടല്ല. 4 ഈ സ്റ്റേജിന്റെ വലിപ്പത്തിലുള്ള ബോക്സ്, 10,000 പണപ്പത്തായം, അത് ടയറിലാ. അതായത് കാറ് പോലെ 4 ടയറാ. ആ 4 ടയർ ചങ്ങലയിൽ വലിച്ചുകൊണ്ടുവരിക. 8 കോടിയോ 9 കോടി 10 കോടിയോ ഒക്കെയാണ് ആ ശബരിമല സീസണിൽ പാവപ്പെട്ട ഭക്തജനങ്ങൾ ഇടുന്നത്. അത് ആരാ എടുക്കണേ? അവിടുത്തെ മൊയ്ലിയാരും അവിടുത്തെ കമ്മിറ്റിയും അവിടുത്തെ ആളുകളും. പിന്നെ അവിടെ ഇലക്ഷന് അടിയില്ലാതിരിക്കോ, പട്ടാളല്ലാതിരിക്കോ, പോലീസ് ഇല്ലാതിരിക്കോ? സഹോദരങ്ങളെ, മതം വിറ്റ് കാശാക്കുകയാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവമായിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് അത് ശിർക്കാണെന്നറിയാം, കുഫ്റാണെന്നറിയാം. ഞാൻ ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം പറയട്ടെ.
സ്വകാര്യമായി ഒരു നാട്ടിലെ വലിയ മഹല്ലിലെ ഉസ്താദിനെ ചെന്ന് കണ്ട് സ്വകാര്യമായി, വളരെ സ്വകാര്യമായി നിങ്ങൾ ചില കാര്യങ്ങൾ ചോദിച്ചു നോക്ക്. ഉസ്താദേ, സംഗതി മുജാഹിദുകൾ പറയുന്നതിൽ കാര്യമില്ലേ ഉസ്താദേ? അപ്പൊ സ്വകാര്യമായിട്ട് ഇങ്ങനെ ഷോൾഡറിൽ തട്ടിയിട്ട് ഉസ്താദ് പറയും, ചിലതൊക്കെ ശരിയാണ്, കാലം ഇങ്ങനൊക്കെ പോയി, നമ്മൾ ഇങ്ങനൊക്കെ പഠിപ്പിച്ചു, ഇനി ആളുകളോട് പറഞ്ഞാൽ ആളുകൾ നമുക്കെതിരെ തിരിയും എന്നൊക്കെയാ പറയാ. അതേ ഉസ്താദിനെ സ്വകാര്യമായിട്ട്, പിന്നെ കുറച്ചുകൂടി ഗൗരവമായിട്ട് മൂപ്പര് എല്ലാം പറയണമെങ്കിൽ ഒരു 50,000 ചെക്ക് എഴുതി പോയാൽ നാം മൂപ്പര് ക്ലിയർ ആയിട്ട് പറഞ്ഞു. പല നാട്ടിലും ശമ്പളം എത്രയാ? 2000, കിമ്പളോ 20,000. ഹദ്ദാദ് റാത്തീബ് മൗലൂദിന് നേതൃത്വം നൽകിയാൽ ഒരുപാട് പൈസ കിട്ടും. മഹല്ലിൽ ഉസ്താദിന്റെ ശമ്പളോ 1500, 2000. അതുകൊണ്ട് ഈ ശിർക്കും ബിദ്അത്തും ചെയ്യൽ അവർക്ക് നിർബന്ധ, ചെയ്തേ തീരൂ. അതാണ് അവരെ. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഉള്ളത്. സൂറത്ത് യാസീൻ 21-22 വചനങ്ങൾ. ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, സംഗതി എന്തിനായിരുന്നാലും ഓരോ വയലു ഉഷാറ്, അവര് ജനങ്ങളോടൊന്നും വാങ്ങണില്ലല്ലോ, അവര് ഹിദായത്തിലാണ് ആ പ്രവാചകന്മാർ, നിങ്ങൾ അവരെ പിൻപറ്റിക്കോളൂ എന്നാ നാട്ടുകാർ പറഞ്ഞു. ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറിപ്പോയി. കേൾക്കുക, കേട്ടിട്ട് കേടുവരും. മുജാഹിദുകളുടെ പ്രസംഗം കേട്ട എന്തായാലും നിങ്ങൾ കേടുവരും, അതെനിക്ക് ഉറപ്പാണ്. കേൾക്കേണ്ടവരുടേത് അതെനിക്ക് പറയാനുള്ളത്, ഗ്യാരണ്ടി എല്ലാവരെ പറ്റി എനിക്ക് പറയാൻ വയ്യ. മുജാഹിദുകൾ നെഞ്ചകത്ത് ദീൻ ഉൾക്കൊണ്ട മുജാഹിദുകളിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം. ഈ നാടും നഗരമൊക്കെ തൊട്ടടുത്തേക്കുന്ന രണ്ടത്താണി സയ്യിദ് മൗലവി മർഹൂം അവരെ പോലെയുള്ള മഹാന്മാരുടെ പ്രബോധനം കേട്ട നാടുകളിൽപ്പെട്ടതാണ് ഇതൊക്കെ. അതിന്റെ പരിസര പ്രദേശങ്ങളാണ് ഇതൊക്കെ. ഒരുപാട് പണ്ഡിതന്മാർ ഈ നാടുകളിലൊക്കെ നടന്ന് പ്രസംഗിച്ചതിന്റെ ഫലം തന്നെയാണ് മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസം തുടങ്ങി എന്ത് പുരോഗതിയുടെയും നന്മയുടെയും ഉള്ളിൽ പ്രവർത്തിച്ചത് നവോത്ഥാന പ്രസ്ഥാനം തന്നെയാണ്, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തോട് ഗൗരവമായി ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയാണ്. ഒന്നാമതായി വിശ്വാസം ശരിയാകണം. വിശ്വാസം ക്ലിയർ അല്ലെങ്കിൽ, വിശ്വാസത്തിൽ ശിർക്ക് കലർന്നാൽ തീർച്ചയായും നരകത്തിലാണ്. അത് പറയുന്ന ഒരു ഖുർആനിക വചനം 6-ാം അധ്യായം 82-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുൽ അംൻ വഹും മുഹ്തദൂൻ. ഞാൻ പറഞ്ഞു 6-ാം അധ്യായം 82-ാമത്തെ വചനം. ആ വചനത്തിൽ അല്ലാഹു പറയാണ്, വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്തവരാരോ, വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ദുൽമ കലരാതെ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ, വല്ല അക്രമവും ചെയ്യാത്ത ആരെങ്കിലും ഭൂമിയിൽ ഉണ്ടാവുമോ? എന്തെങ്കിലുമൊക്കെ അക്രമം ചെയ്യാത്തവര് ഈ ഭൂമി ലോകത്ത് ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഇവിടെ ദുൽമ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇന്ന ശിർക്കൽ ദുൽമുൻ അദീം, ശിർക്കാകുന്ന ദുൽമാണ്. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 13-ാമത്തെ വചനമാണ്. അതെ, തീർച്ചയായും ശിർക്കെന്ന ദുൽമ വന്നാൽ നരകാഗ്നിയിലാണ് മനുഷ്യർ. ഒരിക്കലും അല്ല പൊറുക്കാത്ത പാപം. ഹജ്ജ് ബാത്തിലായി, നമസ്കാരം ബാത്തിലായി, സകാത്ത് ബാത്തിലായി, സദഖ ബാത്തിലായി, ദാനധർമ്മങ്ങൾ ബാത്തിലായി, ഏറ്റവും നല്ല ഭർത്താവായി അത് ബാത്തിലായി പോയി, ഏറ്റവും നല്ല പിതാവായി അത് ബാത്തിലായി പോയി, ഏറ്റവും നല്ല കച്ചവടക്കാരനായി അതും അല്ല സ്വീകരിച്ചില്ല. നല്ല ഡ്രസ് ധരിച്ചു, വെള്ളക്കുപ്പായമിട്ടു, നീളക്കൈ വെച്ചു, നരയാണിയുടെ മേലെ തുണിയെടുത്തു, താടി നീട്ടി, മീശ വെട്ടി ഒതുക്കി. പക്ഷേ ശിർക്ക് സംഭവിച്ചാൽ ഇന്ന ശിർക്കൽ ദുൽമുൻ അദീം, ഏറ്റവും വലിയ ദുൽമ ശിർക്കാണ്. ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവന് സ്വർഗം നിഷിദ്ധമായി, അവന് നരകം ഉറപ്പായി, അവനെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവില്ല. 5-ാം അധ്യായം 72-ാമത്തെ വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലഹബതുൻ അമലു വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സകല പ്രവാചകന്മാർക്കും നാം വഹീ നൽകി. എന്താ വഹീ നൽകിയത്? ശിർക്ക് ചെയ്താൽ, പടച്ചവനിൽ പങ്കുചേർത്താൽ, അമ്പിയാക്കളാണെങ്കിൽ പോലും അവരുടെ മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകും, അവർ നരകാവകാശികളാകും.
29-ാം അധ്യായം സൂറത്ത് അൻകബൂത്ത് 65-ാമത്തെ വചനമാണ്. വായിക്കണേ വിശ്വാസികളെ, യുവാക്കളെ, നിങ്ങൾ വായിക്കണം. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ പുരോഹിതന്മാർ നമ്മളെ ചതിക്കുന്നവരാണ്, നമ്മളെ ചതിച്ചവരാണ്. അവർക്ക് ജീവിക്കാൻ ആവശ്യമായ വിശ്വാസമാണ് അവർ നമ്മളെ പഠിപ്പിച്ചത്. അവർക്ക് പണമുണ്ടാക്കാൻ ആവശ്യമായ ആചാരമാണ് അവർ നമുക്ക് പറഞ്ഞു തന്നത്. അതേ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിലെ മിനാ ടെന്റിൽ പോലും റാത്തീബ് കഴിക്കുന്ന, കുതുബിയത്ത് കഴിക്കുന്ന, മൗലൂദ് കഴിക്കുന്ന, മാലപ്പാട്ട് കഴിക്കുന്ന ഉസ്താദുമാരുടെ ചിത്രം നേരിട്ട് കണ്ടവനാണ് ഈ ഉള്ളവൻ. മിനാ ടെന്റിൽ ഹജ്ജിന് വന്നാൽ ചെയ്യേണ്ടത് അതല്ല എന്നെല്ലാവർക്കും അറിയാം. മിനാ ടെന്റിൽ വെച്ച് ചെയ്യേണ്ട ആരാധനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. പക്ഷേ അവിടെ പോലും ഉസ്താദിന് പണമുണ്ടാക്കണം. ഹജ്ജിന്റെ സീസണിൽ പോലും മടങ്ങി വരുമ്പോ ലക്ഷപ്രഭുവാകണം. ഹജ്ജിന്റെ അമീറായി പോകുമ്പോ ചെറ്റക്കുടിലുള്ളവൻ ഹജ്ജിന്റെ അമീർ സ്ഥാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ രാജകൊട്ടാരം പണിയുന്നുവെങ്കിൽ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഈ ഉമ്മത്തിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ മുജാഹിദെന്നോ സുന്നിയെന്നോ ജമാഅത്തെന്നോ വ്യത്യാസമില്ലാത്ത വിധം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ചിന്തിക്കണം, ശ്രദ്ധിക്കണം, ശരിക്കും വിലയിരുത്തണം, കൈപിടിക്കണം. പിടിക്കേണ്ടവർ കൈപിടിക്കണം. ഇല്ലെങ്കിൽ ഈ ഉമ്മത്ത് തകർന്നു പോകും, ഈ ഉമ്മത്ത് നശിച്ചു പോകും, ഈ ഉമ്മത്തിന് പരീക്ഷണം ഉണ്ടാകും. ലോകാടിസ്ഥാനത്തിൽ ഈ ഉമ്മത്ത് ഭീഷണികൾ നേരിടുന്നു, ലോകാടിസ്ഥാനത്തിൽ ഈ ഉമ്മത്ത് പീഡിപ്പിക്കപ്പെടുന്നു, ലോകാടിസ്ഥാനത്തിൽ ഈ ഉമ്മത്ത് നിന്ദിക്കപ്പെടുന്നുണ്ട്, ലോകാടിസ്ഥാനത്തിൽ ഈ ഉമ്മത്ത് ശിഥിലമാകുന്നുണ്ട്, ലോകാടിസ്ഥാനത്തിൽ ഈ ഉമ്മത്തിനെ പല രൂപത്തിൽ അള്ളാഹു പരീക്ഷിക്കുന്നുണ്ട്. അതേ, നമുക്കറിയാം, ഇറാനിലും ഇറാഖിലും ചെച്നിയയിലും കോസോവോയിലും ലബനാനിലും ഗാസയിലും പാകിസ്ഥാന്റെ മലമടക്കുകളിലും അഫ്ഗാനിസ്ഥാന്റെ തെരുവീതികളിലും ചിന്തപ്പെട്ട മുസ്ലിം രക്തത്തിന് കണക്കുകളില്ല. ആഭ്യന്തരമായ യുദ്ധങ്ങൾ, മസ്ജിദുകളിൽ പോലും വെള്ളിയാഴ്ച പോലും മുസ്ലിങ്ങളെ പരസ്പരം ബോംബിട്ട് നശിപ്പിക്കുന്ന, തമ്മിലടിക്കുന്ന ഒരു ശിദ്രതയുടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെതിരെ പ്രവർത്തിച്ചതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിലെ 24-ലെ 63-ൽ പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചതിന്റെ പേരിൽ ദുനിയാവിൽ നിന്ന് പരീക്ഷണം ഏറ്റുവാങ്ങിയ ഈ ഉമ്മത്തിന്റെ കഥ പറയാൻ നാളെ പ്രബോധക സംഘമില്ലാത്ത വിധം ഇതെല്ലാം നശിച്ചു പോകണോ, അതല്ല ഇതൊക്കെ നിലനിൽക്കണമോ എന്ന് മുസ്ലിം ഉമ്മത്തിലെ ശക്തരായ നേതൃത്വം ഗൗരവമായി ആലോചിക്കണം. നേതൃത്വം മീറ്റിംഗ് കൂടുന്നു, ഇന്ന് ആരെ പുറത്താക്കും. സാധാരണ നമ്മൾ തേങ്ങ എണ്ണുമ്പോ പേട് തേങ്ങ മാറ്റിയിടും. ഇവിടെ ചില സംഘടന ഉണ്ട്, നല്ല കുലുക്കവും തായ്ക്കവും വിറ്റാ കായും കിട്ടുന്നതിനൊക്കെ കണ്ടത്തിലേക്ക്, അല്ലാത്തതിനൊക്കെ ലോറി കയറ്റി കൊണ്ടുപോവുക. തലച്ചോറില്ല എന്നുള്ള ബുദ്ധിയില്ല. ലോകവും കാലവും വല്ലാതെ മാറിപ്പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ വളരെ ഗൗരവമായി ആർക്ക് വേണ്ടി സംസാരിക്കില്ല. ഒരു ധാർമ്മിക രോഷം, ഒരു മനനൊമ്പരം, ഒരു മുസ്ലിമിന്റെ വേദന, ഒരു മനസ്സിന്റെ ദുഃഖം അതറിയിക്കുക. സങ്കടമുണ്ട് നമുക്ക്. കാലവും ലോകവും ഇങ്ങനെ മാറും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇതൊക്കെ. ആലോചിച്ച് നോക്കുന്ന ഓരോ പത്രം എടുത്ത് നോക്കുമ്പോ നല്ലൊരു മനുഷ്യൻ അയാളെ പുറത്താക്കി. പിന്നെ പകരം വെച്ചതോ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, അല്ലേ? ആളെ 5 നേരം കറക്റ്റ് ആയിട്ട് നിസ്കരിക്കോ? ഞങ്ങളെ പറ്റൂല. നിങ്ങൾ എന്റെ തോന്നിയാസത്തിന് കൂട്ടിക്കോ? ഇല്ല കൂട്ടിക്കോ. എന്നാ എന്നെ പറ്റൂല. നിങ്ങളുടെ എല്ലാ എറുപ്പത്തരത്തിനും കൂട്ടിക്കോ. ഞങ്ങളെപ്പരം ഉണ്ടാവൂലേ? കെട്ടികളൊക്കെ ഒഴിവാക്കി, മക്കളൊക്കെ ഒഴിവാക്കി, എന്റെ എല്ലാ എറുപ്പത്തരത്തിനും ഞാൻ കൂട്ടിക്കോ. ഞങ്ങളെ ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ആക്കാൻ താഴെ മുതൽ മേലെ വരെ വർക്ക് ചെയ്തോളൂ, അല്ലേ? ദയനീയമല്ലേ ഉമ്മത്തിന്റെ അവസ്ഥ? മതം മറന്നുപോയ എന്താ ആകപ്പാടെ ദുനിയാവിലെ ഒരു കുറഞ്ഞ കാലഘട്ടം. ആ കാലം കഴിഞ്ഞാലോ മണ്ണിലേക്കാ. പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നെ നീ കാഷ്ടം ചുമന്നൊരു കൊട്ട, പെട്ടാലോ ചത്തിച്ചക മല്ല പൊട്ട, പറവിനൂടേലിൻ ബഹുമാനം പൊട്ട. സുജായി മൊയ്തുമലയെ പറഞ്ഞ വാക്കാ. പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നെ നീ കാഷ്ടം ചുമന്നൊരു കൊട്ട, പെട്ടാലോ ചത്തിച്ചക മല്ല പൊട്ട, പറവിനൂടേലിൻ ബഹുമാനം പൊട്ട. ഈ അഹങ്കാരിയായ മനുഷ്യ, ദുരഭിമാനിയായ മനുഷ്യ, നീ ആരാ? നീ ആരാ? തെറിച്ചു വീഴുന്നൊരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നു നീ. അറപ്പും വെറുപ്പും തോന്നുന്ന ഒരു ഇന്ദ്രിയത്തുള്ളി. പിന്നെ നീ ആരാ? പിന്നെ നീ കാഷ്ടം ചുമന്നൊരു കൊട്ട. പിന്നെ നീ ആരാ? കാഷ്ടം ചുമന്നൊരു കൊട്ടയാണ്. നിന്റെ വയറ് നിറച്ചു എന്താണത്? കാഷ്ടമാണ്. 4-5 തവണ ഒന്നിച്ച് ടോയ്ലറ്റില് 5 മിനിറ്റ് കുടുംബം പോയാ പിന്നെ ടോയ്ലറ്റ് നിന്ന് പുറത്തേക്ക് വരെ എങ്ങനെ അറിയോ?
കുഞ്ഞിക്കതീശ കട്ടൻ ചായം എടുത്തോ. അപ്പൊ ഓന്റെ ശക്തി എന്തായിരുന്നു? ഓന്റെ പള്ളയിലെ കാഷ്ടം. അത് പോയാൽ എന്റെ കഥ കഴിഞ്ഞ്. മനസ്സിലായോ? പെട്ടാലോ ചത്തീച്ചകെ മല്ല പൊട്ട പറവിന്നൂടേലിൻ ബഹുമാനം പൊട്ട. ഒരു കോമൺ നെയിം. ഒരു വണ്ടി തട്ടി മരിച്ചാലോ കാലിയായി കിടന്നാലോ കഴിഞ്ഞു. അതേ നോക്ക്, ഒരു മനുഷ്യനെ സംബന്ധിച്ചാൽ പറവിന്നൂടേലിൻ ബഹുമാനം പൊട്ട. ഒരു കോമൺ നെയിം. മരിച്ചാല് നിങ്ങറിയിലെ താനൂരിൽ പിന്നെ ഉണ്ടായി. താനൂരിന് എന്താ കുഴപ്പോ? താനൂർ കൂടെ ഓടുന്നവർക്ക് നല്ല അടി കിട്ടണം, ഡ്രൈവർമാർക്കും ക്ലീനർമാർക്കും. ഞാൻ കണ്ടില്ലേ ഒരു പെണ്ണും കുഞ്ഞും താനൂര്. എന്താ താനൂര് മാത്രം ഡോർ തുറന്നു പോയാല്? എന്താ റൂട്ടില് പ്രശ്നം? നല്ല ആൺകുട്ടികളിലേറ്റാ. നന്നാക്കണം ആളുകളെ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യേണ്ടത്. കാരണം നിയമം അവരെ കയ്യിലാണ്. പോലീസ് അവിടെ പോലീസുകാരാണ്. ഈ രാജ്യത്ത് കയ്യോണ്ട് തടുക്കേണ്ടവർ പോലീസുകാരാണ്. വേണേ ഇങ്ങോട്ട് പിടിച്ചിട്ട് നല്ലോണം കൊടുക്കാൻ ഒരു തെറ്റില്ല, ഒരു തെറ്റില്ലാണ്ടാകാൻ. അവിടെ ഡോർ തുറന്ന ഒരു പെണ്ണും കുഞ്ഞും പുറത്തു പോയി. പടച്ചോന്റെ അനുഗ്രഹത്തെ വേറെ വണ്ടി വരാത്തതുകൊണ്ട് വലിയ ദുരന്തമൊന്നും ഉണ്ടായില്ല. എന്താ ഇപ്പൊ ഓരോ റൂട്ടിൽ അവസ്ഥ? വണ്ടി ഓടിക്കുന്ന അവസ്ഥ എന്താ? ഇപ്പൊ നേരത്തെ ഇവിടെ വന്നിറങ്ങിയ പൊരുത്തുണ്ട് ഇപ്പുറത്തൂടെ ഓന്റെ ലൈനപ്പറ ഓപ്പറം കയറിയിട്ട് ബസ്സുകാരനാണ്. ബസ്സാണോ പിന്നെ രക്ഷയില്ല. മനസ്സിലായില്ലേ? മൂർക്കമ്പാമ്പിനെ കണ്ടാൽ പോലും മനുഷ്യന്മാർക്ക് ആ ജാതി പേടിയില്ല. ഒരു രാജാമ്പാല തല ഉയർത്തി ഇങ്ങനെ നിന്നാൽ പോലും മനുഷ്യന്മാർക്ക് പേടിയില്ല. കാരണം എന്താ പറയുക? പാമ്പ് കൊത്തിയാല് ശരീരത്തിന് പൊട്ടും മുറിയൊന്നും പറ്റൂല, മരിച്ചെടുക്കേണ്ടി വരുന്നേ ഉള്ളൂ. ഇതോ അരച്ച് സമ്മന്തിയാക്കി ഭാര്യ എടുക്കാൻ പോലും ഇല്ലാത്ത വിധം 4 ടയറും കയറ്റി നെഞ്ഞത്തി കയറ്റി എന്നിട്ട് ഓനെ അപ്പുറത്ത് പോയിട്ട് ആരെങ്കിലും ഒരാൾ വിളിച്ചറിഞ്ഞു. ഉസ്താദ് ഞാൻ ഒരാൾ അല്ല പോലീസ് മേലുദ്യോഗസ്ഥന്മാരെ ഒരു രാഷ്ട്രീയക്കാരെ വിളിച്ചു ഒരുത്തന്റെ നെഞ്ഞത്തോട് കയറ്റിയിട്ടുണ്ടെങ്കിൽ വിളിച്ചറിഞ്ഞേക്കാം. കഴിഞ്ഞ കഥ. 8 കാലി വല പോലുള്ള നിയമവും അടി മുതൽ മുടി വരെ. ഞാൻ മുസ്ലിം ഉമ്മത്തിനോട് മാത്രമേ പറയും, ഉമ്മത്തെ നമുക്കൊരുപാട് ബാധ്യത. നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് തെറ്റിന്റെ ആളുകളാവുക എന്നുള്ളതല്ല, തെറ്റിനെ എതിർക്കാൻ, തിന്മയെ എതിർക്കാൻ, തിന്മക്കെതിരെ പ്രവർത്തിക്കാൻ, നന്മയിൽ മുന്നേറാൻ. അതാണ് നമ്മുടെ പ്രത്യേകത. തിന്മക്കെതിരെ അല്ലേ നന്മയിലേക്ക് തിന്മക്കെതിരെ നമ്മൾ നടത്തിയ ക്യാമ്പയിന്റെ പേരാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്വയം വിലപിക്കുന്നു. അതോടൊപ്പം ജനങ്ങളോട് ഞങ്ങൾ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ പറയും. അതിലേറ്റവും പ്രധാനമാണ് സഹോദരങ്ങളെ, സൂറത്ത് അൻആമിലെ 82-ാമത്തെ വചനം ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിൽദുൽം ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. വിശ്വാസത്തിൽ ദുൽമ കലരാതെ സൂക്ഷിക്കുക. ശിർക്കാണത്. ആ ശിർക്ക് വന്നാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്ത് നിസാ 48-ാമത്തെ വചനം, സൂറത്ത് നിസായിലെ തന്നെ 116-ാമത്തെ വചനം, 5-ാം അധ്യായം 72-ാമത്തെ വചനം, 29-ാം അധ്യായം 39-ാമത്തെ വചനം. ശിർക്കിന്റെ ഗൗരവം പറയാണ്. ശിർക്ക് വന്നാൽ രക്ഷയില്ല. എന്താ ശിർക്ക്? അള്ളാഹുവിന്റെ ദാത്തിലോ സിഫത്തിലോ ഫഅലിലോ മനുഷ്യർ പങ്കുചേർക്കലാണ്. അള്ളാഹുവിന്റെ നാമഗുണവിശേഷങ്ങളിൽ മനുഷ്യർ പങ്കുചേർക്കുക. അതിന് റുബൂബിയത്തിലെ പങ്കുചേർക്കൽ, ഉലൂഹിയത്തിലെ പങ്കുചേർക്കൽ, അസ്മാഉ വസിഫാത്തിലെ പങ്കുചേർക്കൽ. ഞാൻ വളരെ പ്രധാനമായി പറയാം. ഒന്ന്, ഈ ഉമ്മത്തില് റുബൂബിയത്തിൽ ശിർക്ക് കടന്നു വരുന്നു ഈ അടുത്ത കാലങ്ങളിലായി. എന്താ കാരണം? സമൂഹത്തിന് തവക്കുല് കുറഞ്ഞു വരികയാണ്. സമൂഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മയന മനസ്സിലാകാതെ പോവുകയാണ്. അതെന്താ? ഞാൻ എന്ന മുതലാളിയുടെ കൂടെ നിന്നാലേ എനിക്ക് ജീവിക്കാൻ കഴിയൂ. എന്റെ മകള് വിവാഹപ്രായമെത്തുകയാണ്. അവളുടെ പഠനം, അവളുടെ യൂണിഫോം, അവളുടെ എല്ലാം. നാളെ അവളെ വിവാഹിതയാകുമ്പോ അവളെ കെട്ടിച്ചയക്കണം. ഞാൻ മുതലാളിക്കനുസരിച്ച് ജീവിച്ചാലേ ഇതൊക്കെ എനിക്ക് നടക്കൂ. അതുകൊണ്ട് ഞാൻ അധർമ്മത്തിന് കൂട്ടുനിൽക്കണം, അനാവശ്യത്തിന് കൂട്ടുനിൽക്കണം, അസത്യത്തിന് കൂട്ടുനിൽക്കണം. ശിർക്കാരോപണം നടത്തുന്ന മറുഭാഗം പണക്കാരനാണെങ്കിൽ അവന്റെ ഓഫീസിലാണ് എന്റെ ജോലി. ഞാൻ ഇവിടെ നിന്നാലേ എനിക്ക് ഉപജീവനം കിട്ടൂ എന്നൊരാൾ വിചാരിക്കുന്നതോടെ അവന്റെ തൗഹീദിൽ കോട്ടം പറ്റുകയാണ്. ഞാനിത് വെറുതെ പറയുകയല്ല. പി അബ്ദുൽ ഖാദിർ മൗലവി അത്തൗഹീദ് എന്ന ഗ്രന്ഥം എഴുതിയപ്പോ അതിന്റെ തുടക്കത്തിൽ റുബൂബിയത്തിലെ പങ്കുചേർക്കലുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തിയപ്പോ അദ്ദേഹം ഉദ്ധരിച്ച ഒരു ഖുർആനിക വചനം, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഈ ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. സൂറത്ത് ഹൂദ് 11-ാം അധ്യായം 6-ാമത്തെ വചനമാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അല്ലാഹ് സൃഷ്ടിച്ച ഏതൊരു ജീവിക്കും വായുള്ള, ഭക്ഷണം ആവശ്യമുള്ള, പാനീയം ആവശ്യമുള്ള ഏതൊരു ജീവവർഗത്തിനും ഈ ഭൂമിയിൽ അല്ലാഹു ഉപജീവനം നിശ്ചയിച്ചിട്ടുണ്ട്.
അവന്റെ വാസസ്ഥലവും അല്ല ഉറപ്പിച്ചിട്ടുണ്ട്. എന്താ അല്ല പറഞ്ഞത്? വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ ലല്ലാഹി റിസ്ഖുഹാ. അല്ലാഹ് സൃഷ്ടിച്ച സകല ജന്തുക്കളുടെയും സകല ജീവജാലങ്ങളുടെയും ഉപജീവന ബാധ്യത അല്ലാഹ് ഏറ്റിട്ടല്ലാതെ ഇല്ല. എന്റെ പ്രിയപ്പെട്ട ബഷീറേ, സോമാലിയയിലെ മനുഷ്യരുടെ ഉപജീവനം അല്ലാഹുവിന്റെ ബാധ്യതയാണ്. കോടീശ്വരന്മാർ തിന്നു തീർത്തതുകൊണ്ടോ അതല്ലെങ്കിൽ തീർച്ചയായും അനാശ്വാസപരമായ സാമ്പത്തിക രംഗത്തെ ക്രയവിക്രയങ്ങളെ കൊണ്ടോ സമ്പത്തിന്റെ ആരോഗ്യത്തിന്റെ ദീർഘമായ പോസിറ്റീവായ വീക്ഷണങ്ങൾക്കെതിരായി വീക്ഷണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടോ 80 ആള് തിന്നേണ്ടത് 8 ആള് തിന്നു തീർക്കുന്നത് കൊണ്ടോ ആണ് ആളുകൾ പട്ടിണിയായി പോകുന്നത്. അള്ളാഹുവിന്റെ വിഭവം കുറഞ്ഞു പോയത് കൊണ്ടല്ല എന്നല്ല പറയുകയാണ്. അവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കെ, മുടിയുടെ സെനത് ഉണ്ടാക്കിയ ഒരു മുസ്ലിയാര്, ആ മുസ്ലിയാര് പറഞ്ഞ എന്താണ്? നല്ലൊരു ശമ്പളം എനിക്ക് കിട്ടി, ഞാൻ മുന്നും പിന്നും ചിന്തിച്ചില്ല, ഞാൻ കഷ്ടപ്പാടിലായിരുന്നു, എന്റെ ഉപജീവനം ഉസ്താദ് നിർവഹിക്കും, അതുകൊണ്ട് ഞാൻ ഈ അസത്യത്തിന് കൂട്ടുനിന്നു. അവിടെ തൗഹീദ് പിഴച്ചിരിക്കുന്നു. മുജാഹിദായാലും സുന്നിയായാലും ചില ആളുകളൊക്കെ വിചാരിക്കല്ലോ, ഞാൻ ഇവിടെ ജീവിച്ചാലേ ഇവിടെ ഹറാമ് നടക്കുന്നുണ്ട്, ഞാൻ കള്ള് വിളമ്പുന്ന ജോലിയാണ് പക്ഷെ ഞാൻ കുടിക്കാറില്ല, ഇവിടെ വേശ്യാവൃത്തിക്ക് ആളുകൾ വരും, ഞാൻ സൗകര്യം ചെയ്തു കൊടുക്കും പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, എന്റെ ജോലി അതാണ്, ഞാൻ UAE-യിലാണ്, ഞാൻ ബഹ്റൈനിലാണ്, ഞാൻ കുവൈറ്റിലാണ്, ഉപജീവനം തേടി വന്നതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്നിട്ടില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊരാൾ വിചാരിച്ചാൽ അവന്റെ റുബൂബിയത്തിൽ, പടച്ചതമ്പുരാന്റെ റുബൂബിയത്തിൽ പങ്കു ചേർക്കുന്നിടത്തേക്കുള്ള യാത്രയുടെ തുടക്കമായി എന്ത് വന്നാലും, എന്നെ ആര് നോക്കിയാലും, എന്നെ ആര് കണ്ടാലും, ആരെന്റെ കൂടെ ഇല്ലെങ്കിലും, ആരെനിക്ക് ഉപജീവനം തന്നില്ലെങ്കിലും, എന്റെ നാഥൻ എനിക്ക് 60 വയസ്സ് എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ മഷി ഉണങ്ങിക്കഴിഞ്ഞു. അവൻ എന്റെ റിസ്കും കണക്കാക്കി മാതാവിന്റെ ഗർഭപാത്രത്തിലെ 4-ാം മാസം എന്റെ റിസ്ക്, ഞാൻ എത്ര മട്ടൻ കഴിക്കും, ഞാൻ എത്ര ചിക്കൻ കഴിക്കും, ഞാൻ എത്ര ഫിഷ് കഴിക്കും, ഞാൻ എത്ര ഗ്യാലൻ ഭക്ഷണം കഴിക്കും, എത്ര വെള്ളം കുടിക്കും എന്നൊക്കെ എന്റെ റബ്ബിന്റെ കിതാബിൽ രേഖപ്പെടുത്തി എന്നത് കള്ളം പറയാത്ത ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ദുനിയാവിന്റെ ഐശ്വര്യങ്ങളെ വിട്ടുപോകാൻ ആളുകൾക്ക് മടിയാണ്, കൊട്ടാരങ്ങളെ വിടാൻ ആളുകൾക്ക് മടിയാണ്, ചെറ്റക്കുടിലുകൾ തിരഞ്ഞെടുക്കാൻ ആളുകൾക്ക് മടിയാണ്. അതേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങളുടെ റിസ്ക് അബ്ദുല്ലാ, പടച്ചതമ്പുരാൻ നിന്റെ കാര്യത്തിലെല്ലാം തീരുമാനിച്ചു. ലോകം മുഴുവനും നിന്നെ സംരക്ഷിക്കാൻ തീരുമാനിച്ചാലും, നിന്നെ ലോകം മുഴുവനും നിന്നെ സംരക്ഷിക്കാൻ തീരുമാനിച്ചാലും അല്ലാഹ് നിനക്കൊരാപത്ത് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് വരാതിരിക്കില്ല, തീർന്നില്ല. ലോകം മുഴുവനും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ തീരുമാനിക്കുകയും അല്ല ലോകം മുഴുവൻ നിന്നെ കൊല്ലാൻ വരികയും അല്ലാഹു നിനക്ക് ഒരാപത്തും തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സത്യമാണിത്, സത്യമാണിത്, സത്യമാണിത്. വിധി വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനമായ ഘടകം എന്താ? ഇപ്പൊ ഇന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ പ്രവർത്തകർ വലിയ വേദനയിലായിരുന്നു. അവിടെ പള്ളി RDOന്റെ നേതൃത്വത്തിൽ ഭരണം നടക്കുന്നു. അനർഹരായ ആളുകളുടെ കൈകളിൽ അതെത്തരുത്, അർഹതയുള്ളവരുടെ കൈകളിലെത്തണം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഞാൻ ഇന്നലെ മെനയാന്ന് തിരുവനന്തപുരത്തെ നമ്മുടെ പ്രവർത്തകരെ വിളിച്ചിരുത്തി ഒരു പ്രധാനമായ കാര്യം പഠിപ്പിക്കുകയുണ്ടായി. അതെന്താണെന്നറിയുമോ? ഏതൊരു വസ്തുവും ആരാണ് ഇന്ന കാലയളവിൽ, ഇന്ന വർഷത്തിൽ 2013 നവംബർ 4-ാം തീയതി മുതൽ ഇന്ന ടീമായിരിക്കണം ആ പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് എന്നത് അള്ളാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തി മഷി ഉണങ്ങിയ കാര്യമാണ്. ബേജാറായിട്ട് കാര്യമില്ല. നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യുക, ബാക്കി അള്ളാഹുവിൽ. അതാണല്ലോ ഒരു സ്വഹാബി ഒട്ടകപ്പുറത്ത് വന്ന് ഒട്ടകത്തെ കെട്ടാതെ പള്ളിയിൽ കയറിയപ്പോ റസൂൽ ചോദിച്ചു, ഒട്ടകത്തെ കെട്ടിയോ? അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ നമസ്കരിക്കാനല്ലേ പോകുന്നത്, എന്റെ ഒട്ടകത്തെ റബ്ബ് കാത്തുകൊള്ളും എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ ഒരു തത്വം പഠിപ്പിച്ചു. എന്താണ് ആ തത്വം? ഒട്ടകത്തെ കെട്ടിയിട്ട് തവക്കുൽ ചെയ്യേണ്ട പണി ചെയ്യുക. വണ്ടി ലോക്കാക്കാതെ ഡോറ് തുറന്നു വെച്ച് ആ വണ്ടിയുടെ ഉള്ളിൽ 2 ലക്ഷം രൂപ വെച്ച് ഞാൻ നിസ്കരിക്കാണ്, പഠിച്ചോ നോക്കിക്കോളെന്ന് പറഞ്ഞാൽ അവിടെ ഒരു രക്ഷയുമില്ല. വണ്ടി പൂട്ടി ലോക്ക് ചെയ്ത് പൈസ സൂക്ഷിക്കേണ്ടടുത്ത് സൂക്ഷിച്ച് തവക്കുൽ ചെയ്ത് എന്നിട്ടും അത് കൊണ്ടുപോകുന്നുവെങ്കിൽ അതാണ് മനുഷ്യരെ റബ്ബിന്റെ വിധി. കല്യാണം കഴിക്കില്ല, കുട്ടി വേണമെന്ന് പറയാ, കുട്ടി ഉണ്ടാവൂല. കല്യാണം കഴിച്ചാലും കുട്ടി വേണമെന്ന് വിചാരിക്കുക, ഭാര്യയുമായി ബന്ധപ്പെടില്ല എങ്കിൽ കുട്ടി പള്ളയെന്ന് വെറുതെ ചാടൂല. ചെയ്യേണ്ട പണി ചെയ്യേണ്ടവർ ചെയ്യേണ്ട അളവിൽ ചെയ്യേണ്ട തോതിൽ ചെയ്യുകയും അതേ ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്. അല്ലാഹുവിൽ തീരുമാനമെടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വെച്ച കാല് മുന്നോട്ടില്ലാതെ
പിറകോട്ടില്ല. ഏറ്റവും ഉത്തരവാദിത്തങ്ങളോട് ഭാര്യ തടസ്സമാകാൻ പാടില്ല, മക്കള് തടസ്സമാകാൻ പാടില്ല. മക്കളുള്ള ബാധ്യത അതിന്റെ പേരിൽ കുറയാൻ പാടില്ല. കാരണം നമ്മളെ സൃഷ്ടിച്ചത് പടച്ചവനാണ്, നമുക്ക് വായു നൽകിയത് പടച്ചവനാണ്, നമുക്ക് ആരോഗ്യം നൽകിയത് പടച്ചവനാണ്, നമുക്ക് കണ്ണ് നൽകിയത് പടച്ചവനാണ്. ഇതെല്ലാം അല്ലാഹു നമുക്ക് നൽകി. ആ അല്ലാഹുവിനോടാണ് നമ്മുടെ കടപ്പാട്. അതേ വമിനന്നാസി, മനുഷ്യർക്കിടയിൽ ചില ആളുകളുണ്ട്, അല്ലാഹുവിനെ ആരാധിക്കുന്നുണ്ട്, അലാ റഫിൻ, ഓരോരത്ത് നിന്നുകൊണ്ട്, ഒരു വക്കത്ത് നിന്നുകൊണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, പരീക്ഷണം ഉണ്ടായാലോ ഇൻകലബ അലാ വജ്ഹിഹി, ഓൻ തിരിഞ്ഞു പോകും. എന്തെങ്കിലും ഒരു പ്രശ്നം അല്ല ഉണ്ടാക്കിയത്. പിന്നെ കാരമില്ല, നോമ്പുമില്ല, ഒന്നുമില്ല. പിന്നെ ഒന്നാമത്തെ സഫുല്ല, രണ്ടാമത്തെ സഫുല്ല, പിന്നെ മിണ്ടലില്ല, പണക്കായി. എന്താ കഥ, എന്താ കഥ? ഒരു ഉത്തമ ജനത നേരം വെളുക്കണവരെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതൊക്കെ. അഖീദ എന്ന് പറയുന്നത് എന്താ? ജീവിതത്തിലെ എന്തും അള്ളാഹു കണക്കാക്കണത്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ആശയം പറഞ്ഞുതരാം ഞങ്ങൾക്ക്. നിന്നെ വിട്ടൊഴിഞ്ഞു പോയതെന്തും നിന്നെ വിട്ടൊഴിഞ്ഞു പോകേണ്ടതാണെന്ന്, നിനക്ക് വന്നു ചേരുന്നതെന്തും നിനക്ക് വന്നു ചേരേണ്ടതാണെന്ന് വിശ്വസിക്കാത്ത കാലത്തോളം നീ വിശ്വാസിയാവുകയില്ല. നമ്മൾ പറയും, എടാ ഞാൻ റോഡ് ക്രോസ് ചെയ്യുമ്പോ തട്ടിയില്ല, എടാ എന്റെ കാറ്റ് പോയിരുന്നു, ഞാൻ രക്ഷപ്പെട്ടടാ പറയണ്ട. ആ ബസ് എങ്ങനെ വന്നാലും ഇജ്ജ് മരിക്കാൻ അല്ല വിചാരിച്ചിട്ടില്ല. പിന്നെ ഇജ്ജ് ആ കാര്യം ഓർത്ത് ബേജാറാണ്. അല്ല പറഞ്ഞതിന് പുറന്നതാ. ചില ആളുകൾ പറയും, എന്ത് അങ്ങനെ ആയിരുന്നത് കൊണ്ട്, അങ്ങനെ ചെയ്തത് കൊണ്ട് ഇങ്ങനെയായി. അങ്ങനെയും വേണ്ട. ലവ് എങ്കിൽ എന്ന പദം വേണ്ട. നമ്മൾ കൂടുതൽ എല്ലാവരും ഉപയോഗിച്ചു പോകറിയാതെ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ, നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അത് വേണ്ട. കഴിഞ്ഞതിനെ പറ്റി പറയണ്ട. കഴിഞ്ഞല്ലോ, ഇനി തിരിച്ചു വരില്ല. നിങ്ങൾ ആ പോസ്റ്ററിൽ ആ വാചകം വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ പോലീസ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുമായിരുന്നില്ല എന്ന് കൊല്ലത്ത് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ പ്രവർത്തകർ നിൽക്കുമ്പോൾ പറയാം. പാടില്ല. കാരണം ആ പദം അതിലുണ്ട്. ആ പദം വന്നു, പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട പടച്ചോന്റെ വിധിയാണ്. പദം മോശമല്ല, നല്ലൊരു കാര്യമാണ്. ചിലർക്ക് പറ്റിയില്ല, അത്രേ ഉള്ളൂ. ഞാൻ പറയണത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പോലീസ് പിടിച്ചതിന് ശേഷം പറയേണ്ടതല്ല. നേരെ മറിച്ച് നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ് നോക്കിയിട്ട് നോട്ടീസ് പറ്റാത്ത എന്തുകൊണ്ടോ അത് ക്ലിയർ ചെയ്തിട്ട് വേണമെങ്കിൽ അത് പറയാം. മനസ്സിലായോ? ആ ഉണ്ടായത് കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലെത്തി. പിന്നെ എങ്കിൽ ഉണ്ടോ അതൊന്ന് റിട്ടേൺ ആവും. ബൈക്ക് ആക്സിഡന്റ് പറ്റി, 2 കാലിന്റെ തൊടയും പൊട്ടി. ഈ ബൈക്ക് മെല്ലെ പോയിരുന്നെങ്കിൽ പൊട്ടൂലായിരുന്നു. പൊട്ടിക്കഴിഞ്ഞടോ പിന്നെ പോയിട്ടില്ലായിരുന്നേ പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇനി ഓരോന്ന് ഈ 2 കാലും, ഞാൻ 2 കാലും റെഡിയാക്കി, ഒന്ന് സ്ലോക്ക് പോകട്ടെ എന്ന് പറയാൻ പറ്റൂ? അത് കഴിഞ്ഞു. അതുകൊണ്ട് എങ്കിൽ എന്ന പദം വിശ്വാസികൾക്ക് പാടില്ല. സംഭവിച്ചതൊക്കെ സംഭവിച്ചു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അവിടേക്ക് തിരിച്ചു പോകാൻ, അതാണ് മതം. മക്കൾക്ക് ആക്സിഡന്റ് ഉണ്ടായി, ഭാര്യ മരിച്ചു, ഉമ്മ മരിച്ചു, അസുഖമായി, ശരി, എല്ലാം ശരിയാണ്. അവിടെ ഒക്കെ നമുക്ക് ചെയ്യാനുള്ള എന്താ? പടച്ചോന് ചിലത് കണ്ടിട്ടുണ്ട്. ഖൈറും ശറും തീരുമാനിക്കുന്ന ആന്തെയാണ്. പ്രത്യക്ഷത്തിൽ ചില കാര്യങ്ങൾ ഖൈറായി നമുക്ക് തോന്നുന്നു. ചില സമയത്ത് നമുക്ക് കിട്ടേണ്ട ഒരു സ്ഥാപനം കുറച്ച് ആളുകൾ തട്ടിയിടും. അപ്പൊ നമ്മളെന്താ വിചാരിക്കുക? പടച്ചോനെ നമുക്ക് കിട്ടണ്ടാണല്ലോ. എന്താ ഹുദൈബിയ സന്ധിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഉണ്ടായ വികാരത. ഹുദൈബിയ സന്ധിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ചോദിച്ചു, നബിയേ, നമ്മൾ സത്യത്തിലല്ലേ? അങ്ങ് സത്യമല്ലേ? അല്ലാഹ് സത്യമല്ലേ? പരലോക സത്യമല്ലേ? നമ്മൾ എന്തൊരു അടിയറ പറയലായത്? അവർക്ക് എന്ത് അവകാശമല്ലേ നമ്മളോട് ഇങ്ങനെ? അതുകൊണ്ട് ഞെരിപിരി കൊണ്ടില്ലേ എന്നല്ല ബദർ യുദ്ധത്തെ പറ്റി പറഞ്ഞില്ല, ഹുദൈബിയ സന്ധിയെ പറ്റി പറഞ്ഞു. എന്താ? ആത്യന്തിക വിജയം. ആ കരാർ ഉണ്ടായതുകൊണ്ടാണ് വിശ്വാസികൾ പിന്നെ ജയിച്ചത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഷെറ് എന്ന് തുടക്കത്തിൽ തോന്നാമെങ്കിലും അതിലൊക്കെ ഖൈറുണ്ടാവും. ഞാൻ ഉദാഹരണം പറയാം. ചില സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കും, ഭയങ്കര സമ്മർദ്ദം ഉണ്ടാവും. അവിടെ വമ്പിച്ച പ്രതിസന്ധി. അവിടുന്ന് മൈക്ക് കെട്ടിച്ച്, മൈക്ക് അയപ്പിച്ച്, സ്റ്റേജ് അയപ്പിച്ച്, മൈക്കൊക്കെ എടുത്തുകൊണ്ടുപോയി. ഇവിടെ പറ്റൂല അറിയും. അപ്പൊ നമ്മൾ വേറൊരു സ്ഥലത്ത്. അപ്പൊ പിന്നെ നമ്മൾ പരിപാടി കഴിഞ്ഞാൽ പറയുക എന്താ അറിയോ? അതിനേക്കാൾ ഖൈറായത് ഇതല്ലേ? എങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾക്ക് അല്ലേ? പിന്നെ എന്തിനു ബേജാറാവും? ഞാനിവിടെ മുജാഹിദുകളോട് പറയണം, നമ്മളെങ്കിലും ഈ കാര്യത്തിലൊക്കെ ഒന്ന് സ്റ്റേണാവും. ഈ ലോകത്ത് എന്തുണ്ടായാലും പടച്ചോനൊരു തീരുമാനം എല്ലാ കാര്യത്തിലും ഉണ്ട്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് അവിടേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. മനസ്സിലായോ? എന്റെ നാഥൻ എനിക്ക് എന്താ കരുതിയത് അതേ വരുള്ളൂ. അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജിന് പോയാ പോരാ, ഹജറ ബീവിയുടെ സഫാ മർവ ഓർത്താ പോരാ, മഖാം ഇബ്രാഹിമിന്റെ മുന്നിൽ നിസ്കരിച്ചാ പോരാ. ഹജറ ബീവി ചോദിച്ചല്ലോ, ഞാനൊരു പെണ്ണ്
ഏകയായി. പരിസരത്ത് അയൽവാസികളില്ല. ആമിന, ആയിഷ എന്ന് വിളിക്കാൻ ഒരയൽവാസിയില്ല. ചെറ്റക്കുടിലുകളില്ല, ജനവാസമില്ല, ജലസ്രോതസ്സുകളില്ല, ചീവീടുകളുടെ ശബ്ദം മാത്രമുള്ള മരുഭൂമിയിൽ ചോര പൈതൽ, മുലകുടി പ്രായം മാറാത്ത പൈതൽ ഏതോ ഒരു മണൽ കാട്ടിൽ കൂരിരുട്ടുള്ള രാത്രിയിൽ ഇബ്രാഹിം നബി ഹാജറ ബീവിയെ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ നടന്നു പോവുകയാണ്. പടച്ചോന്റെ കൽപ്പനയാണ്. നല്ലതിനാ പോകുന്നത്. ഭാര്യയുടെ സ്നേഹമില്ലായിട്ടല്ല, വെറുപ്പില്ലേ ഉള്ളത് കൊണ്ടല്ല, ഇഷ്ടം കൊണ്ട് തന്നെയാ പോകുന്നത്. ആ ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി തിരിച്ചു നടന്നപ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീരുണ്ടായിട്ടുണ്ട്, ഗഡ്ഗദ കണ്ഠനായിട്ടുണ്ട്. അവിടെ വെച്ച് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, അല്ലാ ഇന്ദക ബൈതുൽ മുഹറം, നിന്റെ ഈ പരിശുദ്ധമായ ഈ പ്രദേശത്ത് എന്റെ ഭാര്യയെയും എന്റെ ചോരപ്പൈതലിനെയും ഞാൻ ആക്കി പോവുകയാണ്. അല്ലാ, ഞാൻ അവിടെ താമസിപ്പിച്ചതിന് എനിക്ക് ഭാവിയിൽ ഒരാഗ്രഹമുണ്ട്. നോക്ക്, ആ മരുഭൂമി കൊണ്ടാക്കിയപ്പോ എന്താ പറഞ്ഞത്? പടച്ചോനെ, എന്റെ ഭാര്യയും കുട്ടികളും നല്ലൊരു കൊട്ടാര താമസിക്കാനും നാളെ നല്ലൊരു ബിസിനസ് ഉണ്ടാകാനല്ല, അവർ നിസ്കരിക്കുന്നവരാകാൻ, നിസ്കരിക്കുന്നൊരു സമൂഹം അവിടെ ഉണ്ടാകാൻ, ഒരു മസ്ജിദ് ഉണ്ടാകാൻ. കണ്ടോ? അങ്ങനെ പറഞ്ഞു പോവുകയാണ് ഇബ്രാഹിം നബി. കരഞ്ഞോണ്ടാ പോണത്. ഇതൊക്കെ ഖൈറിനാണ്. എന്നിട്ടും കരയുന്നു. കാരണം മനുഷ്യനാണ്, ഹൃദയമുള്ളവനാണ്, ഭർത്താവാണ്, പിതാവാണ്. 86 വയസ്സിൽ കാത്തിരുന്ന് കിട്ടിയ ഒരു ചോര പൈതലാണ്. ആ 86 വയസ്സിൽ കിട്ടിയ ഒരു ചോര പൈതലിനെ പറയൂ വിശ്വാസികളെ, ഇബ്രാഹിം നബിയുടെ എന്ത് ക്വാളിറ്റി എനിക്ക് നിങ്ങൾക്കുള്ളത്? 5 ദിവസം 8 ഇഷ്ടപ്പെടുന്ന മക്കളെ കാണാതെ 5ഉം 6ഉം ദിവസം നമ്മൾ മാറി നിൽക്കുമ്പോ എന്താ നമുക്ക് സഹിക്കാൻ പറ്റാത്തത്? എന്താ? ദുനിയാവിന്റെ കെട്ടുപാടുകളിലും മോഹങ്ങളിലും നമ്മുടെ മനസ്സിന്നും മുടക്കി നിൽക്കുകയാണ്. അല്ലേ? ഇബ്രാഹിം നബി അങ്ങനെ പോവുകയാണ്. പോകുമ്പോ കരയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തേങ്ങൽ പടച്ചോൻ കാണുന്നുണ്ട്. ആ സമയത്ത് ഒരൊറ്റ വിളിയാണ് ഹാജറ. ഏയ്, എന്ത് മനുഷ്യനങ്ങള്! ഒരു വീടുണ്ടോ അവിടെ? ആരെങ്കിലും ഉണ്ടോ പരസായത്തിന്? ഞങ്ങൾക്ക് കിടക്കാൻ പോലെ എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ആ ചോദ്യത്തിലും ആ ഹേയ് എന്ന വിളിയിലുണ്ട്. എന്നിട്ടൊരു ചോദ്യം, എങ്ങോട്ടാ? ഞങ്ങളവിടെ ആക്കി, നിങ്ങൾ എങ്ങോട്ടാ? എന്നിട്ട് ആ ഭാര്യ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവിടേക്കെത്താൻ ഭാര്യമാർക്ക് സാധിക്കാം. അള്ളാന്റെ കൽപ്പനയാ, പടച്ചോന്റെ കൽപ്പനയാ. ആ പടച്ചോന്റെ കൽപ്പന. എന്നാലേ ഇന്ന് എനിക്കൊരു വിഷമവുമില്ല, പോയിക്കോളി, എന്റെ നാഥൻ എന്നെ നോക്കിക്കോളും. ഇതാ തൗഹീദ്, ഇതാ തൗഹീദ്. പ്രാർത്ഥന 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 അള്ളാഹിനോട് മാത്രം എന്ന് പറയലല്ല, മനസ്സിലുണ്ടൊരു പ്രാർത്ഥന. എന്ന് പറഞ്ഞൊരു സംഗതി മനസ്സിലായോ? എങ്ങോട്ടാ പോണത്? ഞാൻ തിരുവനന്തപുരത്ത് എന്ന് കഴിഞ്ഞ ദിവസം ഭർത്താക്കന്മാര് ഇസ്ലാമിന് വേണ്ടി ഓടിയെടുത്ത് നോട്ടീസ് ഒട്ടിക്കാൻ പോകുന്നു ഭാര്യമാർക്ക് വമ്പിച്ച പരാതി. ചില ഭാര്യമാര് പറഞ്ഞു 9 മണി കഴിഞ്ഞാൽ വാതിൽ ഓർക്കൂല. 9 മണി കഴിഞ്ഞാൽ വാതിൽ ഓർക്കൂല. അള്ളാഹുവിന്റെ ദീനിന് സിനിമ കണ്ടുവരികയല്ല, സംഗീതാസ്വദിച്ചു വരികയല്ല, ഓവുചാലിന്റെ വക്കത്ത് വെറുതെ ഇരുന്ന് സ്വര പറഞ്ഞു വരികയല്ല, മൊബൈലോ ഇന്റർനെറ്റ് കഫേലോ കയറി സെക്സ് ആസ്വദിച്ചു വരികയല്ല. നരകത്തിലേക്ക് പോകുന്ന മനുഷ്യരെ സ്വർഗത്തിന്റെ വഴിത്താറുകളിലേക്ക് വിളിക്കാൻ വേണ്ടിയാ പോയത്. അതിന് പാകപ്പെടുന്ന ഹാജറമാരുണ്ടാകണം, സാറമാരുണ്ടാകണം.